ഇവർ പറയാറില്ല. അവർക്ക് എന്തോ ഒരു നാണക്കേട് പോലെ. ഞങ്ങൾക്ക് അങ്ങനെ നാണക്കേടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഓക്കെ, ട്രിനിറ്റി വിശ്വസിക്കുന്നതാണ്. താങ്കൾ യഹോവ സാക്ഷിയാണോ? അല്ല. കൊടുത്തോട്ടം പാസ്, യഹോവയുടെ നമസ്കാരം. സാക്ഷിയാണോ? ഞാൻ പ്രൊട്ടസ്റ്റന്റ് യഹോ വിശ്വാസിയാണ്. ഓക്കെ, യഹോവയുടെ സാക്ഷിയാണോ താങ്കൾ? യഹോവയുടെ സാക്ഷിയാണ്. പക്ഷെ യഹോവ സാക്ഷി എന്ന് പറയുന്ന ഗ്രൂപ്പിൽപ്പെട്ട ആളല്ല. ഞാൻ ഒരു മർത്തോമക്കാരനാണ്. ഓക്കെ, ആ ട്രിനിറ്റി വിശ്വാസം ഉണ്ടോ? അല്ലല്ല, സുഹൃത്തിനെ ട്രിനിറ്റി വിശ്വാസം ഉണ്ടോ? തീർച്ചയായിട്ടും പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിൽ വിശ്വാസമുണ്ട്. അനിൽ കൊടുത്തോട്ടം. അപ്പൊ ഈ യേശുക്രിസ്തു ദൈവപുത്രനാണ്, യേശുക്രിസ്തു പിതാവിന് സമനാണെന്ന് കരുതുന്നില്ല, അതാണോ? അതാണ് ഞാൻ പറഞ്ഞ ഒരു അരമണിക്കൂർ പറഞ്ഞു. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിൽ യേശു ക്രിസ്തു മനുഷ്യരൂപത്തിൽ ദൈവത്തോട് ഈക്വലന്റ് അല്ല. മനുഷ്യരൂപത്തിന് മുമ്പും മനുഷ്യരൂപത്തിന് ശേഷവും ദൈവത്തിന് ഈക്വലൻസി ഉണ്ട് എന്ന് തന്നെയാണ് എന്റെ എന്റെ ഒരു ബോധ്യം. അത് നിങ്ങൾ തിരുത്തി തന്നാ മതി. യഹോവ എന്ന് പറയുന്നത് എന്തുവാ, യഹോവ എന്ന് പറയുന്നത് യേശുവിന് യോജിക്കില്ല എന്നാണോ? അതാ വാദമുണ്ടോ? ഞാൻ അങ്ങനെയല്ല പറയാൻ ശ്രമിക്കുന്നത്. എനിക്ക് അതിലേക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യുന്നതിന് മുമ്പായിട്ട് യഹോവ എന്ന് പറയുന്ന കൺസെപ്റ്റ് യേശു തന്നെയാണോ എന്നുള്ളതല്ല. ക്രിസ്തുവിന്റെ പൊസിഷൻ, ദ പൊസിഷൻ ഓഫ് ദ ക്രിസ്തു അല്ലെ, പൊസിഷൻ ഓഫ് ജീസസ്. യേശുവിന്റെ പൊസിഷൻ എന്താണ്? യേശു ദൈവപുത്രനാണ്. അവന് മനുഷ്യജന്മത്തിൽ യഹോവ എന്ന് പറയുന്നത് ദൈവത്തോട് ഇക്വാളിറ്റി ഇല്ല. ഈ ഒരു സെന്റൻസ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിലാണ് ഉറച്ചു നിൽക്കുന്നത്. നിങ്ങൾക്ക് അതിലാണ് തിരുത്താൻ പറ്റുമെങ്കിൽ ആക്കിക്കോളൂ. അല്ല, എന്റെ ചോദ്യം അതല്ല. യേശുവിന് യഹോവ എന്ന പേര് അന്വർത്ഥമാണോ? ഇത് സ്യൂട്ടബിൾ ആണോ? ഇത് ചോദിച്ചു. മനുഷ്യജന്മത്തിൽ സൂട്ടബിൾ അല്ല. അതിനു മുമ്പും അതിനുശേഷവും സൂട്ടബിൾ ആണ്. അപ്പോ ഈ നിത്യാനിത്യയിൽ യേശു മനുഷ്യനാണല്ലോ, അപ്പൊ അത് ബാധകമാണ്. ആ ശരീരം പോയിട്ടില്ലല്ലോ. അല്ലല്ലോ, അങ്ങനെയാണോ പാസ്റ്റർ പറയുന്നത്? യേശുവിന്റെ ശരീരം എവിടെ നഷ്ടമായത്? ബോഡി നഷ്ടമായിട്ടില്ല. ഞാൻ പറഞ്ഞല്ല ബോഡി നഷ്ടമായിട്ടില്ലെന്ന്. യേശുവിന്റെ ബോഡി നഷ്ടമായിട്ടില്ല. ആ ബോഡി ഉണ്ടോ അവിടെ? വന്ന് എന്നെ തൊട്ട് നോക്കുകയും, ഞാൻ തന്നെയാണ് തൊട്ട് നോക്കാനാ പറഞ്ഞേ. ഓക്കെ, ആ തൊട്ട് നോക്കിയ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ നിൽപ്പുണ്ടെന്നേ. അതാണ് എന്റെ വിശ്വാസം. അതാണ് ബൈബിൾ വായിച്ചു. ആ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്, ഉയർത്തെഴുന്നേറ്റപ്പെട്ട ക്രിസ്തുവിന് ദൈവത്തോട് ഇക്വാളിറ്റി ഉണ്ട്. സൗണ്ട് കേൾക്കുന്നില്ല സാറേ. യേശു ക്രിസ്തുവിന് ശരീരമുണ്ടോ എന്ന് ആദ്യം പറഞ്ഞിട്ട്. യേശു ക്രിസ്തുവിന് ആ ശരീരം നശിക്കാത്ത, എന്റെ കേൾക്കത്തില്ലേ? ഇപ്പൊ കേൾക്കാം. കുറച്ചു നേരം കേട്ടില്ലായിരുന്നു. എന്റെ ശബ്ദം കേൾക്കാമോ? ഹലോ. യഹോവ സാക്ഷികൾ ഇത് കേട്ടോ കൂട്ടുകാരാ? നിങ്ങള് അല്ല, ഞാൻ ചോദിച്ചത് യേശുവിന് നിത്യതയിൽ, അതായത് ഇപ്പോ മനുഷ്യത്വം ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അതിനെപ്പറ്റി വ്യക്തമായിട്ട് മറുപടി പറയാൻ സാധിക്കത്തില്ല. പക്ഷെ മനുഷ്യരൂപം ഉണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്, വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യരൂപമല്ല, മനുഷ്യത്വം, പറഞ്ഞോട്ടെ. നമ്മൾ തിയോളജിയാണ് സംസാരിക്കുന്നത്, സാറിന് അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞ കംപ്ലീറ്റ് ചെയ്തിട്ട്. കാരണം അതങ്ങനെ പറയാൻ കാരണം, വീണ്ടും വരുന്ന ക്രിസ്തു കുതിരപ്പുറത്ത് ഇരുന്ന് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യത്വം ഉണ്ട് അവിടെ, മനുഷ്യരൂപമുണ്ട്. അത് ദൈവത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഞാൻ ആളല്ല. ഉയർത്തെഴുന്നേറ്റ് പോയ ക്രിസ്തുവിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഞാൻ ആളല്ല. അവൻ കുതിരപ്പുറത്ത്, വെള്ള കുതിരപ്പുറത്ത് വരുന്നവന് മനുഷ്യരൂപമുണ്ട്. അവന് മനുഷ്യത്വം ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അത് അണ്ടർസ്റ്റുഡ് ആണ്. അതിനെ അനലൈസ് ചെയ്യേണ്ട ബുദ്ധി എനിക്കില്ല. നിങ്ങൾക്കുണ്ടെങ്കിൽ വ്യക്തമായിട്ട് പറയൂ. മൈക്ക് മ്യൂട്ടാണ്. അതായത് ഈ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ലളിതമായൊരു മറുപടിയാ വേണ്ടേ. യേശുക്രിസ്തുവിന് ഇപ്പോഴും ശരീരമില്ല എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം നിത്യതയിൽ നമുക്ക് ശരീരം ഉണ്ടല്ലോ. നമ്മൾ കാരണം ക്രിസ്തുവിന്റെ ശരീരത്തോട് നമ്മൾ ഏകീകരിക്കുകയാണ്. അപ്പൊ ബോഡി നമുക്കുണ്ട്. അത് മനുഷ്യത്വമുള്ള ബോഡി തന്നെയാണ്. മനുഷ്യത്വമുണ്ട്. ഇറ്റേണൽ ആയ ഒരു മനുഷ്യത്വം യേശുക്രിസ്തുവിലുണ്ട്. അത് മാറുന്നില്ല. അപ്പൊ മനുഷ്യത്വം ഉണ്ട് എന്ന് കരുതി യേശുക്രിസ്തു യഹോവ ആകാതിരിക്കുന്നില്ല. ഇതാണ് കൃത്യമായി മനസ്സിലാക്കേണ്ടത്. അല്ലാതെ 33 വർഷങ്ങൾ മാത്രമായിട്ട് യേശുവിന് മനുഷ്യത്വം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും യേശുവിന് മനുഷ്യത്വം ഉണ്ട്. മനുഷ്യപുത്രനോട് സദൃശൻ, മനുഷ്യപുത്രൻ, ഈ പ്രയോഗങ്ങൾ ഒത്തിരി ഉണ്ട്. ബൈബിളിൽ ഏറ്റവും കൂടുതൽ മനുഷ്യപുത്രൻ എന്നാണ്. അപ്പോ മനുഷ്യപുത്രൻ എന്നുള്ള യേശുവിന്റെ ആ സ്റ്റാറ്റസ് അതിനും നീക്കം വരത്തില്ല. ദൈവപുത്രനും മാറുന്നില്ല. അതും ഇറ്റേണലാണ്. രണ്ട് നേച്ചർ ക്രിസ്തുവിലുണ്ട്. ആ നേച്ചറും തുടർന്നുകൊണ്ടിരിക്കും. കാരണം നമ്മൾ കാന്തയാകുമ്പോൾ നമുക്കുള്ളതുപോലെ നമ്മോട് അവൻ ഏകീകരിച്ചു. ആ ബോഡി എങ്ങും നശിച്ചില്ല. തന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിച്ചില്ല എന്നുള്ളതാണ് കാണുന്നത്. അടുത്തൊരു കാര്യമുള്ളത്, ഈ ഏകസത്യ ദൈവം
എന്നുള്ള കാഴ്ചപ്പാട് യേശുക്രിസ്തുവിന് മാത്രമുള്ളതാണെന്നോ അതോ അല്ല യഹോവയ്ക്ക് മാത്രമുണ്ടോ യേശുക്രിസ്തുവിനും ബാധകമാണോ? സജി സോറിന്റെ വിശ്വാസം എന്തുവാ? തീർച്ചയായിട്ടും ഈ ഏകസത്യ ദൈവം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ കാണുന്നതായ യഹോവയായ ദൈവം, യഹോവയ ദൈവത്തിലുള്ള വചനം, യഹോവയ ദൈവത്തെ ഞാൻ മനസ്സിലാക്കുന്നത് യഹോവയ ദൈവത്തിൽ വചനമുണ്ടായിരുന്നു, യഹോവയ ദൈവത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. പഴയ നിയമത്തിൽ വ്യക്തമായിട്ടുണ്ട്. അതിനെയാണ് ഏകസത്യം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വചനം ജഡമായതാണ് ക്രിസ്തു. ഇതാണ് എന്റെ വിശ്വാസം. സുഹൃത്തെ, ഒരാളുടെ വിശ്വാസത്തിനല്ല ആധാരം, നമുക്കൊരു തിയോളജി ഉണ്ട് സഭകൾക്ക്. ഈ അച്ഛൻ ബ്രദർ പറഞ്ഞ പോലെ, കുഞ്ഞു ബ്രദർ പറഞ്ഞ പോലെ, സഭകൾക്കൊരു തിയോളജി ഉണ്ട്. അതിന്റെ പുറത്തിറങ്ങിയുള്ള ചർച്ചയ്ക്ക് വലിയ പ്രസക്തിയില്ല, വലിയ കാര്യം അതിനകത്തില്ല. അപ്പൊ മാർത്തോമാ സഭയുടെ തിയോളജി ഇതല്ല. തൃത്വം സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് ഒന്ന് തന്നെയാണ്. അത് കാത്തലിക് തിയോളജി ആണെങ്കിലും ബ്രദറിനാണെങ്കിലും പെന്തക്കോസ്താണെങ്കിലും ട്രിനിറ്റി സംബന്ധിച്ച് ഒറ്റ കാഴ്ചപ്പാടേ ഉള്ളൂ ലോകത്തെല്ലായിടത്തും. പലതരം ട്രിനിറ്റി വാദങ്ങളില്ല. ട്രിനിറ്റി ശരിക്കും ട്രിയൂണിറ്റിയാണ്. ആ വാദം അനുസരിച്ച് ഗോഡ് ദ ഫാദർ, ഗോഡ് ദ സൺ, ഗോഡ് ദ ഹോളി സ്പിരിറ്റ് കോ ഈക്വൽ ആൻഡ് കോ ഇറ്റേണൽ, ഈ ചർച്ചയാണുള്ളത്. അതിൽ ഒരിക്കൽ പോലും ഈ ക്രിസ്തുവിലെ ഏതെങ്കിലും സ്റ്റാറ്റസ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ദൈവം അല്ലാതെ വരും. അപ്പൊ ഈ സർവജ്ഞാനി, സർവ്വവ്യാപി, ഇതെല്ലാം എന്നും നിലനിൽക്കുന്ന ക്വാളിറ്റികളാണ്. ക്രിസ്തുവിൽ അത് ഒരിക്കലും ഇല്ലാതെ വരുന്നില്ല. അപ്പോ ഈ പറഞ്ഞ വാദം ട്രിനിറ്റി അല്ല. താങ്കൾ പറയുന്നത് ട്രിനിറ്റി അല്ല. അത് ആരും അംഗീകരിച്ചിട്ടുള്ള ട്രിനിറ്റി അല്ല. ഒരു ചർച്ചും അത് അംഗീകരിച്ചിട്ടില്ല, ഒരു ചർച്ച് ഫാദേഴ്സും അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ ഒരു കാഴ്ചപ്പാട് താങ്കൾക്ക് മുമ്പ് ഇല്ല, നിലവിലില്ല. യഹോവ വിറ്റ്നസിന്റെ പഠനം അല്ല ഇത്. യഹോവ വിറ്റ്നസിന്റെ പഠനം വ്യത്യസ്തമാണ്. അവർ യേശുവിന്റെ ദൈവത്തെ ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല, ഹ്യൂമാനിറ്റി മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. താങ്കൾ പറഞ്ഞ 100% കറക്റ്റ് ആണ്. താങ്കൾ പറയാൻ ശ്രമിച്ചത് 100% കറക്റ്റ് ആണ്. സഭകളുടെ വിശ്വാസം, ഞാൻ തന്നെ പറഞ്ഞ സഭകളുടെ വിശ്വാസം നിത്യാവിശ്വാസ പ്രമാണത്തോടെ 3 പ്രാവശ്യം അമെൻഡ് ചെയ്യപ്പെട്ട നിത്യാവിശ്വാസ പ്രമാണത്തിലാണ് ഇത് വന്നത്. മനുഷ്യ ജന്മത്തിലുള്ള ക്രിസ്തുവിന് യഹോവയായിട്ട് ഇക്വാളിറ്റി കൊടുത്ത നിത്യാവിശ്വാസ പ്രമാണമാണ്, ബൈബിൾ അല്ല. ഇതാണ് എന്റെ വാദം. ബൈബിൾ അല്ല ഇക്വാളിറ്റി കൊടുത്തത്, നിത്യാവിശ്വാസ പ്രമാണമാണ്. അതിനെതിരെ അന്ന് പറഞ്ഞതായ ആൾക്കാരെല്ലാം അടിച്ചൊതുക്കുക, രാജഭരണം വെച്ച് അടിച്ചൊതുക്കുക. താങ്കൾക്ക് എന്നെക്കാൾ താങ്കളുടെ ക്ലാസ്സുകളാണ് ഞാൻ കൂടുതൽ കേട്ടിരിക്കുന്നത്. ഐ റെസ്പെക്ട് യു മിസ്റ്റർ. എന്റെ ക്ലാസ് കേട്ടാ താങ്കൾക്ക് ഒരിക്കലും ഞാൻ നിത്യാസുന്നോദോസിനെ കുറിച്ച് ഒന്നും പറയാറില്ലാത്ത ഒരാളാണ്. എനിക്കതിലൊന്നും വലിയ താല്പര്യമില്ല. നിത്യാസുന്നോദോസ് വലിയ കാര്യം താങ്കൾ തെറ്റിദ്ധരിച്ചു. ഇത് കൂടിയ അല്ല താങ്കൾ തെറ്റിദ്ധരിച്ചു. അല്ലല്ല കേൾക്കൂ, താങ്കൾ തെറ്റിദ്ധരിച്ചു. അല്ലല്ല ക്ലാസ് കേട്ടാണെന്ന് പറഞ്ഞതല്ല. ഞാൻ താങ്കളുടെ ക്ലാസ്സുകൾ മനഃപൂർവ്വം ശ്രദ്ധിക്കാറുണ്ട്. അതിലൊന്നും ഇങ്ങനെ പറഞ്ഞതല്ല പറയുന്നത്. ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഐ റെസ്പെക്ട് യു എന്നാണ് ഞാൻ പറഞ്ഞത് ചുരുക്കം. അല്ല അത് വേറൊരു കഥക്കടകം. ഞാൻ നിങ്ങളെയും ബഹുമാനിക്കുന്നു, അതല്ല. ആശയങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നിടത്ത് അതിനൊന്നും പ്രസക്തിയില്ല. ഇവിടെ പ്രശ്നം ഇതാണ്. നിത്യാസുന്നോദോസിൽ ഞാൻ ഓവർ എംഫസൈസ് ചെയ്യാറില്ല. ഞാൻ ബൈബിളിലാണ് എംഫസൈസ് ചെയ്യുന്നത്. അവിടെ കൃത്യമായി തന്നെ വിശുദ്ധ തിരുവെഴുത്തില് നമ്മുടെ ഫിലിപ്പ് ലേഖനത്തിൽ 2-ാം അധ്യായത്തിന്റെ 4-ാം വചനം മുതൽ ഇങ്ങോട്ട് ദൈവത്തോട് സമത്വം എന്ന് തന്നെ കറക്റ്റ് കിടപ്പുണ്ട്. ഒരു വ്യത്യാസവും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. അത് കൃത്യം കിടക്കുകയാണ്. വചനങ്ങൾ ഇഷ്ടം പോലെ തരാം ആ ഈക്വാലിറ്റിക്ക്. വീണ്ടും കൊണ്ട് ഇത് മാത്രം മതി, ഇത് തന്നെ ധാരാളമാണ്. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, വേഷത്തിൽ മനുഷ്യ സാദൃശ്യത്തിലായി എന്ന് കൃത്യം വചനം പറയുന്നുണ്ട്. അപ്പൊ ഈ അതിന്റെ അർത്ഥം ഞാൻ ഈക്വൽ ആണ്, പക്ഷെ എന്റെ ജഡപ്രവേശത്തിൽ ജഡം എടുത്ത് കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ ആ സമത്വം ക്രിസ്തു എന്റർടൈൻ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. ആ സമത്വം അപ്പോഴും ക്രിസ്തുവിലുണ്ട്. അതാണ് കൃത്യം ബൈബിളിന്റെ പഠിപ്പിക്കൽ. അല്ലാതെ നിത്യാസുന്നോദോസ് അത് ചിലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. നിത്യാസുന്നോദോസിലാണ് ഈ തൃത്വം സ്ഥാപിച്ചെന്നൊരു ധാരണയുണ്ട്. തെറ്റാണത്. നിത്യാസുന്നോദോസിന്റെ പർപ്പസ് യേശുവിന്റെ ദൈവത്വമാണ് ചർച്ച ചെയ്തത്. ഹോമോസിയോ ഈ രണ്ട് വിഷയങ്ങൾ തമ്മിൽ പുത്രൻ സമനോ സാമ്യനോ എന്ന ചർച്ചയാണ് അവിടെ വന്നത്. അപ്പോൾ അവിടെ തൃത്വം സ്ഥാപിക്കല്ല ചെയ്യുന്നത്, മറിച്ച് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ പറ്റി ചൂടേറിയ ചർച്ചകൾക്കൊടുവിൽ അത് എതിരാളികളുടെ വായടപ്പിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. എതിരാളികൾക്ക് പിന്നെയും പറയാൻ സ്വന്തം വേദികളില്ലേ, സ്വന്തം വഴികളില്ലേ, അത് പറയാനോ ശ്രമിച്ചിട്ടുണ്ടല്ലോ. പിന്നെ സംഭവിച്ചത് അരിയൂസിന് തന്റെ വാദങ്ങൾ അത്നോസിസിന്റെ അടുത്ത് സമർത്ഥിക്കുന്നതിൽ അദ്ദേഹം വളരെ പരാജയപ്പെട്ടു. പിന്നെ അദ്ദേഹം ചെയ്യുന്നത് കോൺസ്റ്റന്റൈന്റെ സഹോദരിയൊക്കെ സ്വാധീനിച്ചുകൊണ്ട് രംഗത്ത് വരാൻ ശ്രമിക്കുകയും ഒരു ഘട്ടത്തിൽ അരിയൂസ് വാദികൾ ശക്തിപ്പെടുകയും ചെയ്തു. അങ്ങനെ അതുകൂടെ ഓർക്കണം. അല്ല ഇവരെ മാത്രം വായടപ്പിച്ചെന്ന് പറയരുത്. അത്താനാസ്യൂസ് നാട് കടത്തപ്പെട്ടു എന്ന് ഓർക്കുക. തൃത്വവിശ്വാസിയായ അത്താനാസ്യൂസിനെ നാട് കടത്തി. അടിച്ചൊതുക്കി എന്ന് പറയുമ്പോൾ മറുവശം ഓർക്കണം. ഒരു വേദിയിൽ സംസാരിക്കാൻ അവസരം കൊടുത്തില്ല എന്നത് തെറ്റ് തന്നെയാണ്. പക്ഷെ അവരെ അടിച്ചൊതുക്കുന്നു എന്ന് പറയുന്ന മറുവശത്ത് അത്താനാസ്യൂസിനെ തൃത്വം വിശ്വസിച്ചതിന്റെ പേരിൽ നാട് കടത്തിയെന്ന് ഓർക്കണം. അത് മിണ്ടാതിരിക്കരുത്, അത്രയും പറഞ്ഞ സ്ഥിതിക്ക്. ഓക്കെ. സജിയോട് എനിക്കൊരു ലോജിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ യേശുക്രിസ്തു പൂർണ്ണ സോറി ഞാൻ പാസ്റ്റർ പറഞ്ഞൊന്ന് റിപ്പീറ്റ് ചെയ്യുമോ? പാസ്റ്റർ പറഞ്ഞത് ഞാൻ പറഞ്ഞ പോയിന്റ് തന്നെയാണ് പാസ്റ്റർ പറഞ്ഞത്. ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം 2 വായിച്ചപ്പോൾ താങ്കൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുമോ? താങ്കൾ എന്താ പറഞ്ഞത്?
മനുഷ്യരൂപത്തിൽ താങ്കൾ റിപ്പീറ്റ് ചെയ്യോ? പാസ്റ്റർ പറഞ്ഞതിനകത്ത് പോയിന്റ് ഞാൻ പറഞ്ഞത് തന്നെയാണ് പാസ്റ്റർ പറഞ്ഞത്. പാസ്റ്റർ പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്താണെന്ന് ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യോ പാസ്റ്റർ? 2:4 എബ്രായർ 5. ക്രിസ്തുയേശുവിലെ ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അവിടുന്ന് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം. അതെന്താ പ്രശ്നം? അപ്പോൾ മനുഷ്യജന്മത്തിൽ യേശു ജന്മം എടുത്തപ്പോൾ യഹോവയായിട്ടുള്ള സമത്വം ഇല്ല എന്ന് വ്യക്തമല്ലേ? അങ്ങനെയാണെങ്കിൽ അതാ പിന്നെയും ചോദിച്ചേ, ഇപ്പോഴും മനുഷ്യ ശരീരം ഉണ്ടല്ലോ, അപ്പൊ അത് വാദമല്ലേന്ന് അവിടെ താങ്കളൊന്നും മിണ്ടുന്നില്ല. മുണ്ടിയല്ലോ മനുഷ്യ ഞാൻ അതാണ് പറഞ്ഞ വാക്യം. അതാണ് ഓക്കെ നമുക്ക് ആ പോയിന്റ് നമുക്ക് ബ്രേക്ക് ചെയ്യാം സാർ. ഓക്കെ, ഈ പറഞ്ഞ താങ്കൾ ഞാൻ താങ്കൾ പറഞ്ഞ കറക്റ്റ് ആണ്. ഞാൻ പറഞ്ഞത് താങ്കൾ പറഞ്ഞിട്ടുള്ളൂ. ഇതാണ് മനുഷ്യജന്മത്തിൽ there is no equality. അത് ഈ നമ്മളെ മറ്റേ സൗരമാവല്ലോ, അത് അപ്പൊ പഴയ നിയമം തള്ളി എന്ന് പറഞ്ഞാണല്ലോ. അങ്ങനല്ല, അതങ്ങ് വിട്. ഇതെന്തിനാണ് മറ്റൊരാൾ പറയുന്നത്? നിങ്ങളുടെ സഹോദരന്റെ ഒരു പൊതുപരിപാടി, ഇപ്പൊ ജിവോയോടാണെങ്കിലും എന്നോടാണെങ്കിലും ഇങ്ങനെ ഇത് സ്ഥാപിക്കേണ്ട ഡോക്ടർ എത്ര ദുർബലമാണോ താങ്കളുടെ ഡോക്ടർ? ഞങ്ങൾ ഇതങ്ങ് സമ്മതിച്ചു എന്ന് പറഞ്ഞു പോകുന്നതാണോ? അത് സമ്മതിപ്പിക്കേ, എന്നിട്ടല്ലേ പോകണ്ടേ? നമ്മൾ രണ്ടും ഒരു കാര്യം പറഞ്ഞെങ്കിൽ പിന്നെ ഇത്രയും ചർച്ചയുടെ ആവശ്യമുണ്ടോ? മറുവശം ഇതാണ്, ഈ മനുഷ്യ ശരീരം യേശുവിന് എപ്പോഴാണ് നഷ്ടപ്പെട്ടത്? അപ്പൊ ഇപ്പോഴും ദൈവത്തിൽ ഇല്ലെന്ന് പറയുന്നത് ആ പോയിന്റ് നമുക്ക് ബ്രേക്ക് ചെയ്യാന്ന് പറയുന്നത് എന്തിനാ? അതാ പ്രധാന വിഷയം. യേശുവിന് ഇപ്പം മനുഷ്യ ശരീരം ഇല്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റുന്നേ? കാരണം ഇത് ഞാൻ തന്നെ ആകുന്നു, തൊട്ട് നോക്കുവീൻ എന്നൊക്കെ യേശു കൃത്യം പറയാണ് മത്തായിയുടെ അടുത്ത്. എന്റെ മുറിവിൽ തൊട്ട് നോക്കാനാ പറയുന്നത്. അതാ രസം. ആ ബോഡിയിലെ മുറിവിൽ തൊട്ട് നോക്കാനാ പറയുന്നത്. അപ്പൊ മുറിവില്ലെങ്കിൽ അത് സ്പിരിറ്റ് ആണോ? അത് ബോഡിയല്ലേ? അപ്പൊ ആ ഈ മനുഷ്യത്വം ഇപ്പോഴും ഉണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞ സമത്വം ഇല്ലല്ലോ. അങ്ങനെയല്ല. ക്രിസ്തുവിന് സമത്വം, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന് ദൈവത്തോട് സമത്വമുണ്ട്. പക്ഷെ ഭൂമിയിൽ 33 വർഷം താമസിച്ച സമയത്ത് സമത്വമില്ല എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അതിനെടുത്തതാണ് ഈ പറയുന്നതായ ഫിലിപ്പിയർക്കുള്ള ലേഖനവും അതിന്റെ കൂടെ തന്നെ വായിക്കേണ്ടതാണ് എബ്രായർക്കുള്ള ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 7. ഇത് തന്നെയാണ് നീ അവനേക്കാൾ ദൂതന്മാർക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്ന് പറയുന്നതും. അതുപോലെ തന്നെ ബൈബിളിൽ പുതിയ നിയമത്തിൽ ഉടനീളം ദൈവപുത്രൻ 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 എന്ന് മാത്രമാണ് പറഞ്ഞത്. ഏതാണ്ട് 100-150ഓളം സ്ഥലങ്ങളിൽ വളരെ സ്പെസിഫിക് ആയിട്ട് ദ സൺ ഓഫ് ദ ഗോഡ്, ദൈവത്തിന്റെ പുത്രൻ എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ചില ആൾക്കാർ, സഭകൾ ഉൾപ്പെട്ട ആൾക്കാർ മനുഷ്യജന്മത്തിലെ ക്രിസ്തുവിന് യഹോവയുടെ സമത്വം ആരോപിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിനാണ് ആൾക്കാരെല്ലാം കൂടി എന്നെ വളഞ്ഞിട്ട് ചവിട്ടുന്നത്. അച്ഛൻ കുഞ്ഞ് പറഞ്ഞിട്ട് മേലാൽ അല്ല അവിടെ നിൽക്കേ. താങ്കൾക്ക് പ്രധാന വിഷയം താങ്കൾക്ക് മനസ്സിലായി. അതായത് താങ്കൾ പറഞ്ഞത് മനുഷ്യജന്മമാണെന്ന് ഇപ്പോഴും ക്രിസ്തു യേശുവിന് ഇപ്പോഴും മനുഷ്യന്റെ ശരീരമുണ്ട്. അത് സ്പഷ്ടമാണ്. ഉയർത്തെഴുന്നേറ്റിട്ടുമുണ്ട്. ഒരു കാര്യം വന്നിട്ടില്ല. അതിപ്പോഴും ആ ശരീരമുണ്ട്. ആ ശരീരം നശിച്ചിട്ടില്ല. തന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിച്ചില്ല. അപ്പോഴേ മരണത്തെ ജയിച്ചു എന്നുള്ള പദത്തിന് അർത്ഥം വരുള്ളൂ. ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് മരണത്തെ ജയിച്ചു എന്ന പദത്തിന് അർത്ഥം വരികയില്ല. മറിച്ച് മരണത്തിന് സാധ്യമായിരുന്ന കാര്യമെന്തോ അതിനെ എന്നേക്കും തോൽപ്പിച്ച് ഇതാ ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നത് ബോഡി കൊണ്ടാ തെളിയിച്ചേ, ശരീരം കാട്ടിയാ തെളിയിച്ചേ, ആത്മാവ് കൊണ്ടല്ല. ആ ശരീരം കാട്ടി തെളിയിച്ച യേശു ക്രിസ്തുവിന്റെ ശരീരം ഇപ്പോഴും ഉണ്ട്. അതിന്റെ രൂപഭേദമൊക്കെ വന്നിട്ടുണ്ട്, അത് ഗ്ലോറിഫൈഡ് ആയിട്ടുണ്ട്, അതൊക്കെ സത്യം. പക്ഷേ യേശു സ്റ്റിൽ മനുഷ്യത്വവും ദൈവത്വവും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഭൂമിയിലായിരുന്നപ്പോഴും ദൈവത്വവും മനുഷ്യത്വവും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഭൂമിയിലായിരുന്നപ്പോൾ കണ്ടിന്യൂ ചെയ്ത അതേ വിധത്തിൽ ഇത് തുടരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് താങ്കൾ പറഞ്ഞ കാര്യം ഇപ്പൊ ശരിയാകുന്നത്? എന്റെ ചോദ്യം. അതായത് ഇപ്പോഴും യേശുവിൽ മനുഷ്യത്വം ഉണ്ടായിരിക്കെ മനുഷ്യത്വത്തിൽ വന്ന ക്രിസ്തുവിന് ഈക്വാലിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും എന്നുള്ള ചോദ്യം താങ്കൾ ഇതുവരെ അഡ്രസ് ചെയ്തിട്ടില്ല. ഞാൻ അതിനെപ്പറ്റി തന്നെയാണ് പറയുന്നത്. നമ്മൾ തമ്മിൽ പറഞ്ഞ ഹാഫ് പോയിന്റ് ശരിയാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന് മനുഷ്യത്വമുണ്ട്. സ്വർഗത്തിൽ യഹോവയോട് വിളിക്കുമ്പോൾ ഇക്വാളിറ്റി ഉണ്ട്. പക്ഷേ മനുഷ്യ ജന്മത്തിൽ ഇക്വാളിറ്റി ഇല്ല എന്നുള്ള വാദമാണ് എനിക്ക്. താങ്കൾക്ക് അത് അങ്ങനെയല്ല എന്ന് ഞാൻ മനസ്സിലാക്കട്ടെ. അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെയെങ്കിൽ നമ്മളിപ്പോൾ വായിച്ചതായ എബ്രായർക്ക് എഴുതിയ ലേഖനവും ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനവും കോൺട്രഡിക്ടറി ആയിട്ട് മാറുന്നു. ഇതാണ് എന്റെ ചോദ്യം. യേശു അതെങ്ങനെ ഇപ്പോഴും കോൺട്രഡിക്ടറി ആവും? മനുഷ്യനല്ലേ? യേശു ഇപ്പോഴും മനുഷ്യനല്ലേ? കോൺട്രഡിക്ടറി അത് ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ഒരു കാര്യവും കോൺട്രഡിക്ടറി അല്ല. നമ്മുടെ പ്രശ്നം ഇതല്ലെന്ന്. കോൺട്രഡിക്ടറി ആകുന്നില്ലെന്നത് ശരിക്കും സൗണ്ട് ഡോക്ടർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് കോൺട്രഡിക്ടറി അല്ല. ഉദാഹരണം അവിടെ പറയാ, നിങ്ങളുടെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത്. ഇപ്പുറത്ത് പറയാണ്, മലാഖിയിൽ പറയാം, നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പി. ഇത് കോൺട്രഡിക്ടറി എന്ന് പറഞ്ഞു നോക്കുവോ? ബൈബിൾ വിശ്വസിക്കുക, അത് കോൺട്രഡിക്ടറി അല്ല, രണ്ടും രണ്ട് കാര്യമാണ്. എന്ന് പറഞ്ഞ പോലെ ജഡരൂപത്തിൽ വന്ന ക്രിസ്തു ആ ജഡ ശരീരത്തിൽ, ഭൗതിക ശരീരത്തിൽ, നമുക്ക് പ്രാപ്യമായ ശരീരത്തിൽ, തോമസിന് തൊടാൻ പറ്റിയ ഒരു ശരീരത്തിൽ ഇപ്പോഴുമുണ്ട്. അതിന് ശരീരത്തിന് നാശം സംഭവിച്ചിട്ടില്ല. അതിൽ മനുഷ്യത്വം തുടരവേ നിങ്ങൾ പറയേണ്ടി വരും, ജഡമെടുത്തതോടുകൂടി ദൈവത്വം പോയി എന്ന് പറഞ്ഞാൽ പിന്നെ ദൈവത്വം ഇല്ല. ദൈവത്വത്തിന് നാശം വന്നാൽ പിന്നെ തീർന്നില്ലേ? ദൈവത്വം അവിടെ സ്ട്രക്കായിട്ട് നിൽക്കുകയാണോ? ദൈവത്വത്തിന് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. ദൈവത്വം എവർ ലാസ്റ്റിംഗ് ആണ്.
അതുകൊണ്ടാണ് ഇന്നലെയും ഇന്നും എന്നേക്കോ അനന്യൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് എബ്രായ ലേഖനം 1-ാം അധ്യായം തീരുന്നത്. അനന്യൻ, ക്രിസ്തു അനന്യനാണ്, അൺചേഞ്ചബിൾ ആണ്. അപ്പൊ ഈ ഇടയ്ക്ക് കുറെ നാളത്തേക്ക് ഇത് ബ്രേക്ക് ആയിട്ട് പിന്നെ റിപ്പീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ പറയുമ്പോൾ മനുഷ്യത്വം ഉണ്ട്. അപ്പൊ മനുഷ്യത്വം സമ്പൂർണ്ണാവസ്ഥയ്ക്ക് ഒരു തടസ്സമാകുമെങ്കിൽ നിങ്ങൾ പറയുന്ന ഡോക്ടറിൻ സർവൈവ് ചെയ്യില്ല. അപ്പൊ ഇവിടെ എല്ലാ വൈരുദ്ധ്യം വരുന്നത് താങ്കൾക്ക് തന്നെയാണ്. കാരണം ഇത് പരിഹരിക്കാൻ പറ്റുന്നില്ല. അതായത് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലും ദൈവത്വം സ്ഥിതി ചെയ്യുന്നുണ്ട്, ഒരു പ്രശ്നവും ഇല്ലാതെ സ്ഥിതി ചെയ്യുന്നുണ്ട്, മനുഷ്യത്വം സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പൊ യേശുവിന്റെ മരണത്തെ പറ്റിയുള്ള ധാരണയുടെ ഒരു വശമാണ്. നമ്മൾ മരിച്ച പോലെ അല്ല യേശു മരിക്കുന്നത്. അപ്പോ യേശുവിന്റെ മനുഷ്യത്വ ശരീരം ഇപ്പോഴും ഉള്ളത് കൊണ്ട് നിങ്ങൾ പറഞ്ഞ ആ തിയറി അവിടെ പൊളിഞ്ഞു പോകുന്നില്ല, നിൽക്കത്തില്ല. അങ്ങനെയെങ്കിൽ ഇപ്പോഴും യേശു യഹോവയ്ക്ക് സമനല്ല എന്ന് പറയേണ്ടി വരും. ഇല്ല, അത് താങ്കൾ വിവരിച്ച വേറെ രീതി കൊണ്ടുപോവാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ 3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. നമ്മളാര് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു മനുഷ്യത്വം ഉണ്ടാവട്ടെ ഉണ്ടാവാതിരി എന്തെങ്കിലും ആയിക്കോട്ടെ, ഉണ്ടാവുന്നതിന് മനുഷ്യത്വത്തിൽ തന്നെ ആയിരിക്കട്ടെ, മനുഷ്യത്തിൽ തന്നെയാണെന്ന് കൂട്ടിക്കോ. അപ്പോൾ there is no question. ഇപ്പൊ ഇത് പറഞ്ഞതായ ഡിവൈനിറ്റി പറ്റി യാതൊരു തർക്കവും എനിക്കില്ല. ഞാൻ വെച്ച തർക്കം 33 വർഷത്തിൽ ഇവിടെ ജീവിച്ചപ്പോൾ ദൈവത്തിന്റെ ഫുൾ ആട്രിബ്യൂട്ട്സ് യേശു കാണിച്ചിട്ടില്ല. ഞാൻ ആ സ്പെസിഫിക് ക്വസ്റ്റിലേക്ക് വരാം. അതാണ് തർക്ക വിഷയം. വേറെ ഒന്നും തർക്ക വിഷയമില്ല അതിനകത്ത്. ബൈബിളിൽ എനിക്ക് നിങ്ങൾ പറഞ്ഞ യാതൊരു തർക്ക വിഷയമില്ല. 33 വർഷത്തെ ഇഹലോകവാസത്തിൽ ഈ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നതായ ക്രിസ്തു എന്ന ജഡീക മനുഷ്യന് പൂർണ്ണ ദൈവത്വം നിങ്ങൾ ആരോപിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എന്റെ സംശയം. അതാണ് തെറ്റ്. അത് അങ്ങ് തെറ്റാണെന്നാണ് എന്റെ അഭിപ്രായം. ഇതിനെപ്പറ്റി പാസ്റ്റർ കൃത്യമായിട്ട് പറഞ്ഞാൽ 33 വർഷവും പൂർണ്ണ ദൈവമായിരുന്നോ ക്രിസ്തു? അങ്ങനെയെങ്കിൽ ബൈബിൾ കോൺട്രഡിക്റ്റ് ആയിട്ട് മാറുന്നു. ഇതാണ് എന്റെ ഒരു വാദം. വിധത്തിൽ നിങ്ങളുടെ ധാരണയിലാണ് കോൺട്രാക്ട് മാറുന്നത്. അതിന്റെ പ്രശ്നം നിങ്ങളുടെ തിയോളജിക്കൽ സ്റ്റഡി, സെൽഫ് സ്റ്റഡിയാണ്. ആ പ്രശ്നത്തിന്റെ പരിമിതി ഉണ്ടാവും. സഭകൾ മർത്തോമ സഭയാണെങ്കിൽ എല്ലാവരും അറിയുക, മർത്തോമ സഭയുടെയും CSI സഭയുടെയും ഓർത്തഡോക്സ് സഭയുടെയും സെമിനാരി ഒന്നാണ്. അവർ ഒരേ സ്ഥലത്തു നിന്നാണ് പഠിച്ചിറങ്ങുന്നത്, ഒരേ സ്ഥാപനത്തിൽ നിന്നാണ് പഠിച്ചിറങ്ങുന്നത്. അതിലൊന്നും മാറ്റം വരത്തില്ല. തിയോളജിക്കലി നമുക്കൊരു ട്യൂട്ടർ ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു മാസ്റ്റർ ഉണ്ടെങ്കിൽ, ഒരു മെന്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ സംസാരിക്കില്ല. കാരണം തിയോളജി സംസാരിക്കാൻ അതിന്റെ ട്രെയിനിങ് ആവശ്യമാണ്. നിങ്ങളെ ബൈബിളിലെ കുറെ വചനങ്ങൾ വായിച്ചുണ്ടാക്കിയെടുത്ത ഒരു ആശയമോ ബുക്കുകൾ വായിച്ചിട്ട് മനസ്സിലാക്കിയ ഒരു ഐഡിയയോ യഹോവയുടെ സാക്ഷികളുടെ സ്വാധീനത്താലോ ക്രിസ്ത്യാനോഫിന്റെ സ്വാധീനത്താലോ ഉണ്ടാകാവുന്ന ഒരു ധാരണ പിശകിലോ ഇങ്ങനെ വന്നേക്കാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ കോൺട്രഡിക്ടറി അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം വരുന്നത്. കാരണം ഈ പറയപ്പെട്ട അനുസരിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം താങ്കൾ ഒരു ചോദ്യം ചോദിച്ചു, ആ ചോദ്യത്തിന് ഉത്തരം പറയാം. യേശു ക്രിസ്തുവിൽ ഒരിക്കലും ദൈവത്വം നഷ്ടമാകുന്നില്ല. യേശു ക്രിസ്തു സമ്പൂർണ്ണ ദൈവമാണ്. യേശുവിന്റെ മനുഷ്യത്വത്തിന് ആരംഭമുണ്ട്. ആ മനുഷ്യത്വം ഇനി അവസാനമില്ലാത്ത വിധത്തിൽ ദൈവത്വവും മനുഷ്യത്വവും ഇടകലർന്ന ഹൈപ്പോസ്റ്റാറ്റിക് നേച്ചർ യേശുവിൽ തുടരും. അതാണ് കൃത്യമായി നമുക്കതിന് തെളിവുണ്ട്. അപ്പോ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ദൈവത്വം തിരികെ വന്നു എന്നല്ലേ നിങ്ങൾ സ്ഥാപിക്കണം. അതിന് വാക്യവും നിങ്ങളുടെ ഇല്ല. ദൈവത്വം തിരികെ വന്നു, അതുവരെ ഇങ്ങനെ അല്ലായിരുന്നു. ഇനി ഈ ആട്രിബ്യൂട്ട്സ് ക്രിസ്തുവിൽ ഇല്ലായിരുന്നു എന്നുള്ള തെറ്റാണ്. 33 വയസ്സിൽ അതുകൂടെ തെളിവ് പറയാം. ആട്രിബ്യൂട്ട്സ് പക്ഷെ എപ്പോഴും അത് നമുക്ക് പ്രകടിപ്പിച്ച് കാണിക്കേണ്ട കാര്യമില്ല. ചില ഘട്ടങ്ങളിൽ അത് കാണിച്ചിട്ടുണ്ട്. ദൈവം ഒരിക്കലും തന്റെ സർവശക്തി, സർവജ്ഞാനം, സർവ്വവ്യാപിത്വം എപ്പോഴും ഇങ്ങനെ അത് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നില്ല. പിതാവാദയോ കാണിക്കണ്ട, പുത്രനൊന്നും ഇത് കാണിക്കണ്ട. എന്നാൽ ആവശ്യങ്ങളുടെ നടുവിൽ തന്റെ ആട്രിബ്യൂട്ട്സ് ക്രിസ്തു കൃത്യമായി കാട്ടിയിട്ടുണ്ട്. ഒന്ന്, ഫോർനോളജ്, അത് യേശു കാണിച്ചിട്ടുണ്ട്. നീ അത്തിയുടെ കീഴിൽ ഇരിക്കും മുമ്പ്, ഫിലിപ്പോസിനെ കാണുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടു. അപ്പൊ കക്ഷി പറയാണ്, നീ കർത്താവിനെ പ്രകീർത്തിക്കുമെന്ന് അതിനെപോലെ എന്നോട് പറയാണ്, നീ ഇതിലും വലിയത് കാണും. അത് ഫോർനോളജിന്റെ 2 വശങ്ങളാ. ഒന്ന് കണ്ടത് പറഞ്ഞു, ഇനി കാണാനിരിക്കുന്നത് ഇതിലും വലുത് നീ കാണും. അപ്പൊ ഭൂതകാല സംഭവം പറഞ്ഞു, ഭാവികാല സംഭവം പറഞ്ഞു. അടുത്തത് കടലിൻ മീതെ ഉള്ള അധികാരവേശി തെളിയിച്ചു. അതൊരു സാധാരണ മനുഷ്യന് കാണിക്കാൻ സാധിക്കില്ല. താങ്കൾ പറഞ്ഞ പോലെ ആണെങ്കിൽ, എന്നെ നിങ്ങളെയും പോലെ യേശു അങ്ങ് ആയെങ്കിൽ അത് സാധിക്കില്ല. കടലിൻ മീതെ നടന്നു, കാറ്റിനെ ശാസിച്ചു, കടലിനെ ശാന്തമാക്കി. ഇതിനു മുമ്പ് പഴയ നിയമം മുഴുവൻ പഠിച്ചാൽ ആരും ഭൂതത്തെ പുറത്താക്കിയിട്ടേ ഇല്ല. യേശുവിന്റെ കാലത്തിന് ശേഷമാണ് മനുഷ്യര് പോലും ഭൂതങ്ങളെ പുറത്താക്കുന്നത്. ക്രിസ്തു നിമിത്തമാണ് അതിനുള്ള അവസരം ഒരുങ്ങുന്നത്. അപ്പോൾ യേശുവിന്റെ ആട്രിബ്യൂട്ട്സ്, ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ് ക്രിസ്തുവിൽ പരിലസിക്കുന്ന ധാരാളം അനുഭവങ്ങൾ പിന്നെയും ഉണ്ട്. അവന്റെ മിറാക്കിൾസ് എല്ലാം ആട്രിബ്യൂട്ട്സിന് തെളിവാണ്. ഫോർനോളജിന് തെളിവ് ഞാൻ പറഞ്ഞു, സർവശക്തിക്ക് തെളിവ് ഞാൻ പറഞ്ഞു. കാരണം കടലും 2 പ്രകൃതി ശക്തിയുടെ മീതെയുള്ള പരമാധികാരം അത് കൃത്യമായി യേശു തെളിയിച്ചു. പിന്നെ അനിവാര്യ ഘട്ടങ്ങളിലാണ് ആട്രിബ്യൂട്ട്സ് കൃത്യം അപ്ലിക്കബിൾ ആകുന്നത്. താഴെ ഇരിക്കുന്നവർക്ക് ഈ ആട്രിബ്യൂട്ട്സ് എന്ന് കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാത്തവരുണ്ടാകാം. അവർക്ക് വേണ്ടി പറയട്ടെ, ദൈവത്തിന്റെ സഹജ ഗുണങ്ങളെ, അതായത് ദൈവത്തിന് മാത്രമുള്ള സഹജ ഗുണങ്ങളെ, സർവശക്തി, സർവജ്ഞാനം, സർവ്വവ്യാപിത്വം, ഇതാണ് ആട്രിബ്യൂട്ട്സ്. ഇതെല്ലാം ക്രിസ്തു ഭൂമിയിലായിരിക്കുമ്പോഴും ഉണ്ട്, സ്വർഗത്തിലായിരിക്കുമ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ട്. അതിന് മാറ്റം വരുന്ന ഒരു നിമിഷം ഉണ്ടെങ്കിൽ ക്രിസ്തു ദൈവമല്ല എന്നാണ് പറയേണ്ടി വരുന്നത്. ക്രിസ്തുവിന്റെ ദൈവത്വം വിശ്വസിക്കുന്ന ഒരാൾക്ക് ക്രിസ്തുവിൽ നിന്ന് ഒരിക്കലും ദൈവത്വം അപ്രത്യക്ഷമാകുന്നില്ല.
ക്രിസ്തുവിൽ ഒരിക്കലും സർവശക്തിയോ സർവജ്ഞാനിത്വമോ സർവ്വവ്യാപിത്വമോ ഒന്നും മാറി നിൽക്കുന്ന ഇല്ല. ഒരു നിമിഷം പോലും അങ്ങനെ സംഭവിക്കില്ല. രണ്ട് കാര്യം, ഒരു കാര്യം പറഞ്ഞ എനിക്ക് തോന്നുന്നു. ഓക്കെ, ഞാൻ താങ്കളുടെ കൂടുതൽ തർക്കമല്ല, ഞാൻ താങ്കളുടെ ഓക്കെ, ഐ റെസ്പെക്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറയാൻ ശ്രമിക്കുന്ന പോയിന്റ്, താങ്കൾ പറഞ്ഞു സഭകൾ പറഞ്ഞത് മർത്തോമക്കാർ പറഞ്ഞു. മർത്തോമ സഭയ്ക്ക് അതിൻ്റെതായ നിലപാടുകളുണ്ട്. സഭകൾക്കെല്ലാം നിലപാടുകൾ നിത്യാവിശ്വാസ പ്രമാണമാണ്. ഞാൻ പറഞ്ഞ ബൈബിളാണ്. ബൈബിൾ എനിക്ക് മനസ്സിലായിടത്തോളം ഈ പറഞ്ഞതായ ഈ ഫിലിപ്പിയർ ലേഖനം അല്ലെന്നുണ്ടെങ്കിൽ എബ്രായർക്കുള്ള ലേഖനം, അല്ലെങ്കിൽ നൂറുകണക്കിന് വാക്യങ്ങൾ ഈ പറഞ്ഞത് ദൈവത്തിന്റെ ദ സൺ ഓഫ് ദ ഗോഡ് എന്നുള്ള സ്റ്റാറ്റസ് ആണ് മനുഷ്യ ജന്മത്തിൽ 33 വർഷവും ക്രിസ്തു ഹോൾഡ് ചെയ്തെന്ന് വളരെ വ്യക്തമാണ്. പക്ഷേ നിങ്ങൾ ഇതിനകത്ത് ഈ സർവ്വജ്ഞാനം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ പാസ്റ്റർ പറഞ്ഞു താങ്കളെ ഞാൻ പറയുന്നത് ക്ഷമിക്കുക. സർവ്വജ്ഞാനമുള്ള ക്രിസ്തു എന്ന് പറഞ്ഞെങ്കിൽ ക്രിസ്തു പറഞ്ഞല്ലോ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞല്ലോ. ക്രിസ്തു സർവ്വജ്ഞാനി അറിയില്ല എന്ന് പറയുമോ? ഇനി എന്ന് രണ്ടാം വരം ഉണ്ടാവും, എന്ന് ലോകാവസാനം ഉണ്ടാവും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ക്രിസ്തു എന്താ പറയുക? എനിക്കറിയില്ല, പിതാവിന് മാത്രമേ അറിയുള്ളൂ എന്നല്ല പറഞ്ഞ. അപ്പൊ ക്രിസ്തുവിന് സർവ്വജ്ഞാനം ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് ആ വാക്യം വന്നു? അപ്പൊ ഞാനത് എനിക്ക് തോന്നുന്നു പാസ്റ്റർ, ഓക്കെ, ഐ റെസ്പെക്ട് യു. എനിക്കറിയില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അതെനിക്ക് മനസ്സിലായില്ല. എനിക്ക് ഇല്ലാത്ത വാക്യം ചേർക്കണോ? ഒരു തെറ്റായ ഒരു കാര്യം സ്ഥാപിക്കാൻ വേണ്ടി ബൈബിളിൽ ഒരു വാക്യം ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കണോ? അല്ല ഇങ്ങനെ ഇല്ലാത്തൊരു കാര്യം പറയണോ? അതെവിടെ എഴുതിയേക്കുന്നത്? എനിക്കറിയില്ലെന്ന് ക്രിസ്തു പറഞ്ഞേ ഉള്ളൂ. അതാണ് അത് തപ്പിയെടുക്കേണ്ടി വരും. ഇതാണ് സംഭവം. പാസ്റ്റർ പറഞ്ഞ ഇതാണ് സർവ്വജ്ഞാനം. തപ്പിയെടുത്ത ഇല്ലാത്ത സാധനം എവിടെ കിട്ടുന്നേ? തപ്പിയെടുത്താൽ കിട്ടത്തില്ല. നമ്മൾ ഈ അതല്ല ഈ മർക്കോസ് 13:12-32 മറ്റേ നാളും നാഴികയും അതാ പുള്ളി പറയുന്നത്. നാളും നാഴികയും അതാണ് തന്നെയാണ്. മനസ്സിലായി, എനിക്ക് മനസ്സിലാഞ്ഞിട്ടല്ല. അതായത് അദ്ദേഹം പറഞ്ഞ രീതിയിലല്ല എന്ന് പറയാൻ വേണ്ടിയാണ്. ഞാനിത് കുരുവിള കുളഞ്ഞിക്കൊമ്പിലുമായുള്ള ഷാർജ ഡിബേറ്റിൽ കൃത്യം ഇത് പറയുന്നുണ്ട്. എത്രയോ ഡിബേറ്റിൽ ഇതിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിന്റെ അർത്ഥമൊന്നും, ആ പിതാവ് തന്റെ അധികാരത്തിൽ വെച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കുള്ളതല്ല എന്ന് പറയുന്ന ഭാഗവും ഒക്കെ ഞാൻ ശരിക്കും അത് വിശദീകരിച്ചിട്ടുണ്ട്. സംശയ ലേശമന്യേ അത് ആൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്, നിസ്സാരമായ കാര്യങ്ങളുമാണ്. ഇനി ഇവിടെ ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. യേശു ഭൂമിയിലായിരുന്നപ്പോ ടൈറ്റിൽ ദൈവപുത്രൻ എന്നല്ല, മനുഷ്യപുത്രൻ എന്നാണ്. ദൈവപുത്രൻ എന്നുള്ള കുറവാണ്. ഞാൻ അതും ഒത്തിരി വാദങ്ങളിലൂടെ ബോധ്യമാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. കർത്താവ് എപ്പോഴും ആഗ്രഹിച്ചതും പറയാൻ ഇഷ്ടപ്പെട്ടതുമായ പേര് മനുഷ്യപുത്രൻ എന്നാണ്, ദൈവപുത്രൻ എന്ന് പോലുമല്ല. ദൈവപുത്രൻ എന്ന് ഒരിടത്തും കണ്ടാണ് യേശു പറയുന്നത്, തന്നെ പരിചയപ്പെടുന്നത്. ബാക്കി എപ്പോഴും മനുഷ്യപുത്രൻ എന്ന് പറയും. അതൊരു സ്പിരിച്വലി വലിയൊരു ആഴമുള്ള കാര്യമാണ്. കാരണം ആദ്യ മനുഷ്യനായ ആദം പാപം ചെയ്തപ്പോ ആദം തോറ്റിടത്ത് ആദമ്യ ബോഡിയിൽ ഒരു വ്യക്തി വരുമെന്നും തന്റെ തല തകർക്കുമെന്നുമുള്ള സാത്താന്യ ശക്തികളുടെ ഭയം നിലനിൽക്കെ യേശുക്രിസ്തുവിനെ കുറിച്ച് സാത്താന്യ ശക്തികൾക്ക് ഈ വ്യക്തി തന്നെയാണോ ഞങ്ങളുടെ തല തകർക്കാൻ വരുന്നത് എന്നുള്ളൊരു ധാരണയുണ്ട്. ആ ധാരണയിൽ നിൽക്കവേ യേശുവിനോട് ചോദിക്കുകയാണ്, നീ ദൈവപുത്രൻ എങ്കിൽ കല്ലിനോട് അപ്പമാകാം. യേശുവിന്റെ മറുപടി, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. ഈ രൂപത്തിൽ യേശു സംസാരിക്കുന്നത് യേശുവിന്റെ ദൈവത്വം എന്ന പോലെ മനുഷ്യത്വത്തെയും പിശാച് ഭയന്നു. അതിന് ഞാൻ പറയുന്ന സിമ്പിൾ ഉദാഹരണം, ഒരു പിടികിട്ടാ പുള്ളിക്ക് ഏറ്റവും ഭയം ഒളിവിൽ പോകുന്ന ഒരാളിന്, അറസ്റ്റ് വരുമെന്നോർത്ത് ഒളിവിൽ പോകുന്ന ഒരാളിന് യൂണിഫോം ഇട്ട പോലീസിനെ വെട്ടിക്കാൻ എളുപ്പമാണ്. പക്ഷെ മറ്റിയിൽ വരുന്നവനെ അങ്ങനെ കുരുക്കാൻ പറ്റില്ല, ഓടാനും പറ്റില്ല, അയാൾ പിടിക്കും. കാരണം എല്ലാ തരത്തിലും പഴുതടച്ചാണ് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി യേശു തല തകർക്കാൻ വരുന്നത്. അതുകൊണ്ടാണ് ഭൂതങ്ങളെ ശാസിക്കുമ്പോൾ ഇപ്പോഴും ലോക്കൽ അഡ്രസ്സാ പറയുന്നത്, നസ്രയനായ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകാം. അപ്പൊ എപ്പോഴും യേശു ഭൂമിയിലായിരുന്നപ്പോൾ മനുഷ്യൻ ഇതാണ് പബ്ലിക്കിനോട് പറയാൻ ഇഷ്ടപ്പെട്ട പേര്. അപൂർവ ഘട്ടങ്ങളിൽ ദൈവപുത്രൻ എന്ന് പറയുന്നത് യേശു അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അത് വെളിപ്പാടാണെന്ന് പറയുന്നു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ബെർയുഹാന ശിമോൻ, നീ കൃപയുള്ളവൻ, ജഡവും രക്തവും വെളിപ്പെടുത്താത്ത ഈ കാര്യം സ്വർഗസ്ഥ പിതാവാണ് നിനക്ക് വെളിപ്പെടുത്തിയത്. അപ്പൊ വെളിപ്പാടുള്ളവർക്ക് ക്രിസ്തു ദൈവപുത്രനാണ്. ശേഷം മനുഷ്യർക്ക് യേശു ഒരു മനുഷ്യനാണ്. ഇനി യേശുവിനെ അടുത്തറിയുന്ന, അനുഭവിച്ചറിയുന്ന, ദൈവപുത്രൻ എന്ന് അനുഭവിച്ചറിയുന്നവർക്ക് യേശുവിലെ സമ്പൂർണ്ണ ദൈവത്വവും പ്രകടമാണ്. കാരണം ബൈബിളിൽ യേശുവിനെ ദൈവമേ എന്ന് തന്നെ എബ്രായ ലേഖനം 1:9 ദൈവ പിതാവ് അഡ്രസ് ചെയ്യുന്നുണ്ട്. ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തുവെന്നും, കർത്താവെ നീ ഭൂതകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു എന്നും, അതുപോലെ ആകാശത്തിന്റെ കൈകളുടെ പ്രവൃത്തി അവ നശിക്കും, നീയോ നിലനിൽക്കും, നിന്റെ സംവത്സരങ്ങൾ അനന്യമാകുന്നു, അതിന് അവസാനമില്ല, എന്നേക്കും നിലനിൽക്കും എന്നൊക്കെയുള്ള പ്രകീർത്തനങ്ങളിൽ ക്രിസ്തുവിന്റെ ദൈവത്വം വീണ്ടും കാണാം. പിന്നെ ഇദ്ദേഹം പറഞ്ഞ ഭാഗത്തെ ഖണ്ഡിക്കാനുള്ള ഏറ്റവും ശക്തമായ ഒരു വചനം കൂടെ പറയാം. അതായത്
യേശുവിൽ ഇപ്പോഴും മനുഷ്യത്വമുണ്ട്. അത് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ടെങ്കിലുണ്ട്, സമ്മതിച്ചാൽ മതി, എനിക്ക് നിർബന്ധമില്ല. ഞാൻ അങ്ങനെ മറ്റൊരാളെ എന്റെ ഡോക്ടറിൻ ഇച്ചിരി ഏതാണ്ട് സാമ്യം പോലെ വരുമ്പോൾ നിങ്ങൾ സമ്മതിച്ചു എന്ന് പറഞ്ഞ ആഘോഷമൊന്നും എനിക്കില്ല. നിങ്ങളാണ് നിങ്ങളുടെ ആശയങ്ങൾ തീരുമാനിക്കേണ്ടത്, ഞാനല്ല. ഞങ്ങളുടെ വീക്ഷണം അനുസരിച്ച് യേശുവിൽ ഇപ്പോഴും മനുഷ്യത്വം ഉണ്ട്. അതുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തന്റെ മുറിവ് തോമസിന് കാണിച്ചു കൊടുത്തത്. ആ മുറിവ് തന്നെ നിലനിൽക്കാൻ കാരണം ആ മുറിവ് തോൽവിയല്ല, അത് വിജയത്തിന്റെ ചിഹ്നമാണ്. സാത്താന്യ ശക്തിയെ ചെറുത്തു തോൽപ്പിച്ച ജയത്തിന്റെ അടയാളമാണ്. അപ്പോൾ ഈ ക്രിസ്തുവിനെ വീണ് നമസ്കരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത്. മൂപ്പന്മാര് സിംഹാസനങ്ങളിൽ നിറങ്ങി തങ്ങളുടെ കിരീടങ്ങളെ താഴെയിട്ടു. അറുക്കപ്പെട്ട കുഞ്ഞാടേ നിനക്ക് മഹത്വം. അറുക്കപ്പെട്ട കുഞ്ഞാടിനെയാണ് ആ നമസ്കരിക്കുന്നത്. അപ്പോ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ ആരാധിക്കണമെങ്കിൽ നിന്റെ ദൈവമായ കർത്താവിനല്ലാതെ ആരെയും ആരാധിക്കരുത് എന്ന് പഠിപ്പിച്ച ദൈവം യേശുവിനെ ആരാധിക്കാൻ ഉള്ള ആ ദൂതന്മാരെ കൂടി അനുവദിക്കുന്ന രംഗം അവിടെ കാണുമ്പോൾ ഇന്നും മനുഷ്യത്വമുള്ള ക്രിസ്തുവിനെ ദൂതന്മാർ ആരാധിക്കുന്നു. പിന്നെ മനുഷ്യത്വത്തിന് പരിമിതിയുണ്ടോ എന്ന് ചോദിച്ചാൽ പരിമിതിയില്ല. പരിമിതി ഉള്ള ഒരു ശരീരത്തിലേക്ക് യേശു ചുരുങ്ങി, അത് വസ്തുതയാണ്. പക്ഷേ ആ ശരീരത്തിൽ മനുഷ്യരുടെ നിലയിലെ പരിമിതികൾ അവിടെ നിലനിൽക്കുമ്പോൾ മറുവശത്ത് സെയിം ടൈമിൽ ദൈവത്തിന്റെ സർവശക്തിയും യേശുവിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ രണ്ട് ആശയങ്ങളുടെ ഒരു സമന്വയമാണ് ക്രിസ്തു. അതിനാണ് ഹൈപ്പോസ്റ്റാറ്റിക് നേച്ചർ എന്ന് കൃത്യം യേശുവിന്റെ ആ ശരീരധാരണത്തെ പറ്റി പറയുന്നത്. വചനം ജഡമെടുത്തു. ആ വചനം ഇറ്റേണൽ ആയിരുന്നു. അല്ല ഒരാൾ സംസാരിച്ച വചനം ജഡമായി എന്ന അർത്ഥത്തിലല്ല. വചനത്തിന്റെ ഒരു കൺസെപ്റ്റ് തന്നെയുണ്ട്, അത് വിശാലമായൊരു പഠനമാണ്. ലോഗോസ് എൻസർക്കേ ചെയ്തു എന്ന് ഗ്രീക്കിൽ കിടക്കുന്നു. ലോഗോസ് വന്ന് സാർക്കോസ് അതിലേക്ക് മാറി. ലോഗോസ് നേരെ സാർക്കോസിലേക്ക് മാറുമ്പോഴും ലോഗോസിന്റെ തനിമയാർന്ന ഗുണങ്ങളെല്ലാം അതിൽ നിലനിർത്തിക്കൊണ്ടാണ്. ഒരിക്കലും സഹജ ഗുണങ്ങൾ അതിനെ വിട്ട് മാറുന്നില്ല. അല്ലെങ്കിൽ സഹജ ഗുണങ്ങളായ ഈ സർവശക്തി, സർവജ്ഞാനം, സർവ്വവ്യാപിത്വം ഇത് വിട്ടുമാറുന്നതാണെങ്കിൽ പിന്നെങ്ങനെ അത് സർവശക്തിയാകും? പിന്നെതെങ്ങനെ സർവജ്ഞാനിത്വം ആകും? അതെങ്ങനെ സർവ്വവ്യാപിത്വം ആകും? അപ്പൊ ഒരു നിമിഷവും ഇത് വിട്ടുമാറുന്നില്ലെങ്കിൽ സർവജ്ഞാനിത്വം, സർവ്വവ്യാപിത്വം എന്നൊക്കെ പറയുന്ന ആട്രിബ്യൂട്ട്സിനും അർത്ഥമുള്ളൂ. ഓക്കെ, താങ്ക് യു. ക്രിസ്തു ദൈവപുത്രനായിട്ട് കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പറഞ്ഞിട്ടുണ്ട് ദൈവപുത്രനായ ക്രിസ്തു എന്നുള്ള കാര്യം. മർക്കോസിന്റെ 1:1, റോമർക്ക് എഴുതിയ ലേഖനം 1:1, ദൈവം തന്റെ പുത്രനും നമ്മുടെ ദൈവമായ യേശു ക്രിസ്തുവിനെ, ദൈവം തന്റെ പുത്രനും, മർക്കോസിന്റെ 1 ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ആരംഭിക്കുന്നു. കൊലോസ്യർക്ക് എഴുതിയ 1:5 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവവും പുത്രനായ ക്രിസ്തുവും, അല്ലെ? ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1:1 യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവം. അപ്പൊ പിതാവായ ദൈവത്തെയും പുത്രനായ ക്രിസ്തുവിനെ പറ്റി ആണ് ഉടനീളം പുതിയ നിയമത്തിൽ പറയുന്നത്. അതല്ലാതെ വെറുമൊരു മനുഷ്യനായ ക്രിസ്തുവിനെ പറ്റിയിട്ടല്ല. മനുഷ്യജന്മത്തിൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ, എന്റെ വിശ്വാസം എന്നെ രക്ഷിക്കട്ടെ. മനുഷ്യജന്മത്തിൽ 33 വർഷത്തെ ഇഹലോകവാസത്തിൽ ക്രിസ്തുവിനെ ഞാൻ ഒരു തിരുത്തു വരുത്താനാണ്. അതായത് ദൈവപുത്രൻ യേശുവിനെ പറഞ്ഞിട്ടില്ല എന്നുള്ള നിലയിൽ അങ്ങ് ദയവായി സംസാരിക്കല്ലേ. ക്രിസ്തു സ്വയം അങ്ങനെയാണ്. ക്രിസ്തു സ്വയം തന്നെ പരിചയപ്പെടുത്തിയത് മനുഷ്യപുത്രൻ എന്നാണ്. അല്ലെ താങ്കൾ ദൈവപുത്രൻ എന്നുള്ള 1-2 പോർഷൻ ഒഴിച്ചാൽ ബാക്കി കാണാൻ പറ്റില്ല. അല്ല മർക്കോസ് പറഞ്ഞില്ലെന്നോ ലൂക്കോസ് പറഞ്ഞില്ലെന്നോ നമ്മൾ പറയുന്നില്ലെന്നോ അല്ല. കാരണം യേശു ദൈവപുത്രനാണല്ലോ. അപ്പൊ ഒന്നൊന്നിനെ നിരസിച്ചുകൊണ്ടല്ല സംസാരിക്കുന്നത്. ഒന്നിനെ നിരസിച്ചു എന്ന അർത്ഥത്തിൽ എടുക്കണ്ട. ക്രിസ്തുവിനെ യേശു ദൈവത്തിന്റെ ദാസൻ എന്ന് പറയുന്നുണ്ട്. യേശു ക്രിസ്തുവിനെ ദൈവത്തിന്റെ ദാസൻ, അത് ശരിയല്ലേ? ദാസനാണ്. ഇനി യേശു ക്രിസ്തുവിനെ മനുഷ്യനെന്ന് പറയുന്ന ഭാഗമുണ്ട്, മനുഷ്യപുത്രൻ എന്ന് പറയുന്ന ഭാഗമുണ്ട്. അതുപോലെ തന്നെ യേശുവിനെ പറയുന്ന വേറെ രസകരമായൊരു പേരുണ്ട്, ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ. അത് വളരെ അപൂർവമായിട്ടാണ് ആ പ്രവചനത്തിലാണ് കാണുന്നത്. നസ്രായൻ എന്നവൻ വിളിക്കപ്പെടും. അപ്പൊ ഇത് വ്യത്യസ്തമായ ടൈറ്റിലുകൾ യേശുവിനുണ്ട്. ഈ ടൈറ്റിലുകളെല്ലാം വാല്യുബിൾ ആണ്. പക്ഷെ യേശു സ്വയം പരിചയപ്പെടുത്തുമ്പോഴൊക്കെ നിർണയിച്ചതുപോലെ മനുഷ്യപുത്രൻ പോകുന്ന സത്യം, മനുഷ്യപുത്രൻ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അപ്പൊ യേശു കൂടുതൽ തന്നെ കുറിച്ച് പറഞ്ഞത് മനുഷ്യപുത്രനെന്നും ലോകം യേശുവിനെ ദൈവപുത്രനെന്നും ധാരാളം വിശേഷിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ അങ്ങനെ വാക്യത്തിന്റെ ഒരു ആവശ്യമില്ല. കാരണം ഇതും തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. അവയെല്ലാം സെയിമാണ്, സെയിമായ ടൈറ്റിലുകളാണ്. അപ്പൊ ട്രിനിറ്റി വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ദൈവപുത്രൻ എന്ന് പറഞ്ഞാലും ദാസൻ എന്ന് പറഞ്ഞാലും ദാവീദ് പുത്രൻ എന്ന് പറഞ്ഞാലും ദൈവപുത്രൻ എന്ന് പറഞ്ഞാലും ഒരു പ്രശ്നമില്ല. കാരണം അത് തിയോളജിക്കലി ഓരോന്നും എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. അല്ലാതെ യേശുവിനെ ദൈവപുത്രൻ എന്ന് പറഞ്ഞിട്ടില്ല എന്ന വാദവും ഞങ്ങൾക്കില്ല. അതെങ്ങനെ പറയാൻ പറ്റുന്നത്? യേശുവിനെ പിന്നീട് വന്നവരും കൂടെയുള്ളവരും എല്ലാം ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് വെളിപ്പാടാണെന്ന് ഞാൻ പറഞ്ഞു. അത് കിട്ടിയവരെല്ലാം അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ യേശു സ്വയം പരിചയപ്പെടുത്തുന്നത് മനുഷ്യപുത്രൻ, 1-2 ഇടത്ത് ദൈവപുത്രൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയെല്ലാം മനുഷ്യപുത്രൻ എന്നാണ്. ആട്ടെ, യേശു ദൈവപുത്രൻ എന്ന് പറഞ്ഞ കുറെ ഭാഗം ഇതിൽ പരം, അത് തമ്മിൽ കൂടുതൽ ഏതാണെന്ന് ചോദിച്ചാൽ മനുഷ്യപുത്രൻ എന്ന് തന്നെയാണ്.
തീർച്ചയായിട്ടും പാസ്റ്റർ പറഞ്ഞത് തന്നെയാണ് കറക്റ്റ്. കാരണം യേശു തന്നെ സ്വയം പരിചയപ്പെടുത്തിയപ്പോൾ മനുഷ്യത്വം എന്ന് പറയുകയും അതേസമയം മറ്റുള്ള ആൾക്കാർ ദൈവത്തിൽ നിന്ന് പറയാൻ ശ്രമിച്ചപ്പോൾ ഇപ്പോഴത്തെ ക്രിസ്ത്യാനികൾ നിത്യാവിശ്വാസ പ്രമാണത്തോടെ യേശുവിനെ ദൈവമായിട്ട് പറയുന്നു. ഇതാണ് എന്റെ ആക്ഷേപം. യേശു പറഞ്ഞത് ഞാൻ ഇത് മനുഷ്യപുത്രനാണ്. പാസ്റ്റർ തന്നെ പറഞ്ഞല്ലോ. പാസ്റ്റർ ഞാൻ എന്റെ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യട്ടെ. താങ്കൾ പറഞ്ഞത് കറക്റ്റ് ആണ്. യേശു പറഞ്ഞു ഞാൻ മനുഷ്യപുത്രനാണ്, ദൈവപുത്രനാണ് പറഞ്ഞ കുറവാണ്. അന്നത്തെ മനുഷ്യരും പ്രവാചകന്മാർ എഴുതിയിരിക്കുന്ന ഇവൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ നിത്യാവിശ്വാസ പ്രമാണത്തിലുള്ള ഇപ്പോഴുള്ളതായ ക്രിസ്ത്യാനികൾ യേശുവിനെ ദൈവമായിട്ട് അസ്യൂം ചെയ്യുന്നു, ഇക്വാളിറ്റി കൊടുക്കുന്നു. ഇതാണ് എന്റെ ആക്ഷേപം. വളരെ അവര് തെറ്റാണ്. ഫസ്റ്റ് സെഞ്ചുറി മുതല് അപ്പോസ്തലന്മാർ ചെയ്തതിൽ നിന്ന് വിഭിന്നമായിട്ട് ഒന്നും ഞങ്ങൾ യേശുവിനെ പറ്റി പറയാറില്ല. അപ്പോസ്തലികമായാണല്ലോ ചർച്ചിന്റെ അപ്പോസ്തോലിക വിശ്വാസം അനുസരിച്ച് യേശുവിനെ ദൈവത്തിന് സമനാക്കുന്നത് എബ്രായ ലേഖനാണ്. എബ്രായ ലേഖനം 1-ാം അധ്യായമാണ്. ആ ഒറ്റ അധ്യായം പരിശോധിച്ചാൽ മതി. അപ്പൊ അന്നന്തവർ എന്താ അങ്ങനെ വിളിച്ചേ? യേശുവിനെ ദൈവത്തിന് സമനാക്കിയത്. അത് ദൈവത്തിന് സമനാക്കുന്നതിൽ എന്താ? ഇനി ഞാൻ ചോദിക്കുന്നു, അങ്ങനെയാണ് താങ്കളുടെ വാദത്തിനകത്ത് വീണ്ടും മറഞ്ഞിരിപ്പുണ്ട് എവിടെയോ ഒരു യഹോവ സാക്ഷിക്കാരൻ. എന്താണെന്നറിയണ്ടേ? ഇപ്പോഴുള്ള ക്രൈസ്തവ സഭകൾ ഇങ്ങനെ ചെയ്യാൻ പറ്റും, നിങ്ങൾ പറഞ്ഞനുസരിച്ചും പറ്റും. കാരണം ഉയർത്തെഴുന്നേറ്റല്ലോ. ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ അത് പറ്റിയല്ലേ? അതിനെപ്പറ്റി എന്താ പറയുന്നത്? ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാണല്ലോ സഭ ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ യേശുവിനെ ദൈവമായി തന്നെ കാണാൻ തടസ്സം എന്താ? താങ്കളുടെ വിശ്വാസം അനുസരിച്ച് തടസ്സം എന്താ? സമ്പൂർണ്ണ ദൈവമായിട്ടും യഹോവയ്ക്ക് ബൈബിളാണ് തടസ്സം പാസ്റ്റർ, ബൈബിളാണ് തടസ്സം. യേശുവിനെ അല്ലെങ്കിൽ മനുഷ്യ ജന്മത്തിലെ യേശുവിനെ ദൈവമായിട്ട് കാണുന്നത് ബൈബിളിനെതിരാണ് പാസ്റ്ററെ. അല്ലല്ല, എന്റെ ചോദ്യം അതല്ല. നിങ്ങളുടെ വാദം അനുസരിച്ച് ഈ മനുഷ്യനായിരുന്ന 33.5 വയസ്സ് വരെ അങ്ങനെ കാണാൻ പാടില്ലെന്നല്ലേ പറഞ്ഞുള്ളൂ? അതിന് മുമ്പും ബിംബും ഉണ്ടെന്നല്ലേ പറഞ്ഞേ? അങ്ങനെയാണോ? തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ സഭ രൂപപ്പെട്ടത് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞല്ലേ? അതിന് മുമ്പും ബിംബും എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഭാഗത്താണെങ്കിൽ ഇപ്പോൾ അത് അന്വർത്ഥമല്ലേ എന്ന് എന്റെ ചോദ്യം, താങ്കൾ പറഞ്ഞതനുസരിച്ച്. സഭകൾ ഉണ്ടാക്കിയ നിയമം ബൈബിൾ അനുസരിച്ച് തെറ്റാണെന്നാണ് പറഞ്ഞത് പാസ്റ്റർ. അതാണ് ഞാൻ പറഞ്ഞത് നിത്യാവിശ്വാസം. അല്ലല്ല, നിങ്ങൾക്ക് വിഷയമൊക്കെ മനസ്സിലായി. സുഹൃത്തൊരു കാര്യം പിടികിട്ടി. നിങ്ങളുടെ ഡോക്ടറിനകത്തെ അപാകതയാണ് ഞാനിപ്പോ പറഞ്ഞേ. നിങ്ങളുടെ ഉള്ളിൽ ഒരു യഹോവ സാക്ഷിക്കാരൻ ഇരിക്കുന്നു, പക്ഷെ താങ്കൾ മർത്തോമക്കാരനാണ്, അത് പൂർണ്ണമായി പുറത്തുവിടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് താങ്കൾ പറഞ്ഞ വേറെ അപകടം ഉണ്ടായിരിക്കുന്നു. എന്താണത്? താങ്കൾ പറഞ്ഞു വെച്ചത് യേശു ക്രിസ്തുവിന്റെ 33.5 വയസ്സ് വരെ ആളും മനുഷ്യനായിരുന്നു, ഈ സമത്വം ഒന്നുമില്ല. ഓക്കെ, നമുക്കത് മൂവിലേക്ക് എടുക്കാം. പാസ്റ്റർ നിർത്തിക്കോട്ടെ. ഞാൻ പറഞ്ഞത്, ഞാൻ ഇടയ്ക്ക് ആദ്യം പറഞ്ഞ സമയത്ത് പാസ്റ്റർ ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. 33 കാലത്ത് പൂർണ്ണ മനുഷ്യനാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ യേശു ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ് കാണിച്ചിട്ടുണ്ട്, വളരെ വ്യക്തമാണ്. പക്ഷെ പൂർണ്ണ ദൈവത്തിന്റെ അല്ല. ഇതൊക്കെ ഇതാണ് എന്റെ ആയിക്കോട്ടെ. വാദം. അതായത് അതവിടെ നിൽക്കട്ടെ. ഇതിന് ശേഷം ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ പൂർണ്ണതയുമാണോ? തീർച്ചയായിട്ടും. അപ്പൊ പിന്നെ ഇപ്പൊ ക്രൈസ്തവ സഭ അങ്ങനെ വിളിക്കുന്നതിൽ തെറ്റെന്താ? പിന്നെ നിക്കയുടെ ആവശ്യം വരുന്നില്ലല്ലോ. യേശുവിനെ ദൈവമേ ഇപ്പൊ വിളിച്ചാൽ തെറ്റുണ്ടോ? അങ്ങനെയല്ല അത് കാണേണ്ടത്. മനുഷ്യജന്മത്തിലെ ക്രിസ്തുവിനെ യേശു ദൈവത്തോട് ഉപമിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. ഇപ്പോൾ എന്റെ സാറേ, ക്രിസ്തുവിന് അത് പോട്ടെ. ഞാൻ ഇതാ ചോദിച്ചേ, മനുഷ്യജന്മത്തിലെ ക്രിസ്തുവിനെ മാറ്റി വെച്ചു, അത് കുഴപ്പമാണെന്ന് വെച്ചു. ഞാൻ ചോദിക്കുന്നത്, ഇന്നൊരാൾ യേശുവിനെ സമ്പൂർണ്ണ ദൈവമായി കാണുന്നത് ശരിയോ തെറ്റോ? നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ശരിയോ തെറ്റോ? എന്റെ പാസ്റ്ററെ, ഞാൻ അത് തന്നെയല്ലേ പറഞ്ഞത്. ഇന്നത്തെ കാലത്ത് യേശുവിന് ഇക്വാളിറ്റി ഉണ്ട്, അത് തന്നെ ആദ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെയുള്ള ആൾക്കാരിൽ എന്നെ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യജന്മത്തിലെ ക്രിസ്തു ഇതിന് ഉത്തരം പറയുന്നില്ല. ഞാൻ ചോദിച്ചത്, ഇന്ന് യേശു സമ്പൂർണ്ണ ദൈവമാണോ? യേശുവിനെ ആരാധിക്കാമോ? യേശു യഹോവയ്ക്ക് തുല്യരായ സമ്പൂർണ്ണ ദൈവമാണോ ഇന്ന്? അത് തന്നെയല്ലേ പാസ്റ്റർ ഞാൻ 10 പ്രാവശ്യം പറഞ്ഞത്. മനുഷ്യജന്മത്തിന് മുമ്പും ശേഷം ഇല്ല, ഒന്നും ഉത്തരം വന്നില്ല. 10 പ്രാവശ്യം പറഞ്ഞിട്ടില്ല. ആണോ അല്ലയോ എന്ന് പറയും. ആണ്, ഉണ്ട്, സത്യം. ഓക്കെ. അപ്പൊ പിന്നെ ക്രൈസ്തവ സഭ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് രൂപപ്പെട്ട ക്രൈസ്തവ സഭ യേശുവിനെ ദൈവമായി വിശ്വസിക്കൽ എന്താ കുഴപ്പം? അന്നേരം പറയണോ ദൈവമേ, പക്ഷെ 33 വയസ്സോ അല്ല, നീ KMയുടെ കേരള കോൺഗ്രസ് ഒരു ബ്രാക്കറ്റിൽ ഇത്ര ഇട്ടിട്ട് ദൈവമേ 33 വയസ്സ് വരെ ആപ്ലിക്കബിൾ അല്ല, ഇനി നമുക്ക് സംസാരിക്കാം, ഇങ്ങനെ പറയണോ നമ്മള്? അങ്ങെന്താ പറഞ്ഞു വരുന്നത്? മനസ്സിലായില്ല. ആ ദൈവശാസ്ത്രം മനസ്സിലാവുന്നില്ല. ക്ലിയർ. പാസ്റ്റർ പറഞ്ഞെനിക്ക് ക്ലിയർ ആയി മനസ്സിലായിട്ടുണ്ട്. അവിടെയാണ് വ്യത്യാസം. പറഞ്ഞത് താങ്കൾ പറഞ്ഞത് ക്ലിയർ ആയിട്ട് വ്യത്യാസം. ഇപ്പോൾ ഞാനിപ്പോ വർഷിപ്പ് ചെയ്യുന്നത് ക്രിസ്തുവിനെ, യഹോവയ ദൈവത്തെ, ക്രിസ്തുവിനെ തന്നെയാണ്, ദൈവമായിട്ട് തന്നെയാണ്, ആട്രിബ്യൂട്ട്സ് പൂർണ്ണമായിട്ടുണ്ട്. പക്ഷേ സഭകൾ അങ്ങനെയാണോ പറയുന്നത്? എന്റെ പൊന്നു പാസ്റ്ററെ, ആ 33 വർഷത്തെ കാര്യത്തെ കോൺട്രവേഴ്സി മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ആ ഒരു കോൺട്രവേഴ്സിയെ പറ്റി താങ്കൾ വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞോളൂ. ബൈബിൾ അങ്ങ് പറഞ്ഞതനുസരിച്ച് ഇങ്ങനെ ചേർക്കണമായിരുന്നു: ഞങ്ങളുടെ കർത്താവേ, സർവശക്തനും സർവജ്ഞാനിയും സർവ്വവ്യാപിയുമായ ദൈവമേ, പക്ഷേ ഒരു 33 വയസ്സ് ആ കാര്യത്തിൽ ഞാൻ പിൻവലിക്കുന്നു, വീണ്ടും നമുക്ക് തുടരാം. ഇങ്ങനെ നിശ്ചയിച്ച് എഴുതി ചേർക്കേണ്ടി വരുന്നു താങ്കൾ പറഞ്ഞനുസരിച്ചാണ്. തീർച്ചയായിട്ടും അപ്പൊ ദൈവത്വം മുഴുവൻ ശരിയാണ്. കാരണം അതുകൊണ്ടല്ലേ നിത്യാവശ്യം 3 പ്രാവശ്യം റിവേഴ്ഷൻ ചെയ്തില്ലേ?
നിത്യവിശ്വാസമാണോ? അല്ല, 100 ബൈബിൾ പ്രാവശ്യം ബൈബിൾ നിത്യ ആ, 100 നൂറ് പ്രാവശ്യം കേട്ടത് അതൊക്കെ വ്യാഖ്യാനത്തിന് പറയട്ടെ. കൂടുതലാണ്, അത് അതിനപ്പുറമായിട്ടില്ല. ഇപ്പൊ നമ്മൾ കൂടി ഈ ചർച്ച ചെയ്യുന്ന പോലൊക്കെ ഉള്ളു നിക്കായും. അത് കുറെ കൂടെ എന്താ പറയാ, അതോറിറ്റി ഉള്ളവർ കൂടി നമ്മൾ ഇത് ഇതുകൊണ്ട് ഇതേ കാര്യം ചർച്ച ചെയ്യുന്നു. അതിനപ്പുറത്ത് ഞാൻ അതിന് വാല്യൂ കൊടുക്കുന്നില്ല. ദൈവശാസ്ത്രപരമായ ഒരു ഡിസ്കഷൻ, അതിനകത്ത് 3 4 30 തവണ ഒരു അതിന് ഭേദഗതി വരട്ടെ. ആര് പറയുന്നതിന് അപ്രമാദിത്വം അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ പറഞ്ഞു വരുന്നത്, താങ്കൾ പറയുന്ന ഒരു വിശ്വാസം അനുസരിച്ച് യേശുവിന്റെ ദൈവത്വം പോയി. കാരണം 33 വയസ്സ് വരെ ദൈവമല്ല, ആ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. അത്തരത്തിലെ സമ്പൂർണ്ണമായ ആട്രിബ്യൂട്ട്സും ഇല്ലെങ്കിൽ പിന്നെ ദൈവത്വം ആളിലില്ല. എനിക്ക് ഒരു മനുഷ്യനെന്ന നിലയിൽ 10 വർഷം എന്നിൽ മനുഷ്യത്വമൊന്നുമില്ല, ഞാൻ സ്പിരിറ്റ് മാത്രമാണ്, എന്നെ മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റുമോ? അതെങ്ങനെയാ സാധിക്കുന്നത്? താങ്കളുടെ ദൈവശാസ്ത്രം ഫിലോസഫിക്കലി നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല, ലോജിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അതേ പറഞ്ഞുള്ളൂ. അങ്ങനെയല്ല പാസ്റ്ററെ, ഞാൻ ഒന്ന് പോയിന്റ് പറയാം. പറയാം പറയാം പറയാം. പറയാം. അത് വിശദീകരണം വേണ്ട, പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തന്നെ നിങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളൊരു വിശദീകരണം പറയുകയും ചെയ്യാം. അപ്പോ ഇതേപ്പറ്റി ബൈബിൾ കൃത്യമായിട്ടുള്ള ആ കാലഘട്ടത്തെ കുറിച്ചുള്ള പരാമർശങ്ങൾ ബൈബിളിലുണ്ട്. ഇന്ത്യയിൽ വന്നെന്ന് വാദിക്കുന്ന കക്ഷികളില്ലേ, ഒറ്റ വാക്കി കണ്ണിക്കാവും, പാലസ്തീനയ്ക്ക് പുറത്ത് പോയില്ല എന്ന് ബൈബിൾ കൃത്യമുണ്ട്. എന്നതുപോലെ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു. ഇതിനകത്ത് ആശയം മുഴുവൻ കിടക്കില്ലേ, അല്ലാതെ എങ്ങും ഒളിച്ചു പോയിന്നല്ല. പിന്നെ ദൈവത്വം എവിടേതാണ് ചോദ്യം. ഈ ദൈവത്വം എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കാനുള്ള സാധനമല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും ദൈവത്വം എവിടെയും ചോദിച്ചാൽ നമ്മൾ എന്താ പറയും? ദൈവം ഇപ്പൊ ഇറങ്ങി വന്ന് പിന്നെയും പിന്നെയും ഭൂമിയും ചരാചരങ്ങളെല്ലാം പുതുതായിട്ട് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണോ? ഒന്നും അല്ലല്ലോ. പിന്നെ ഉൽപ്പത്തി പുസ്തകം റിപ്പീറ്റേഷൻ നടത്തുകയാണോ? അതുപോലുള്ള കാര്യങ്ങൾ എവിടെയൊക്കെ ചെയ്യണോ? അങ്ങനെ ചെയ്താത്തത് കൊണ്ട് ദൈവം അല്ലാതിരിക്കുകയാണോ? പരിശുദ്ധാത്മാവും പിതാവും പുത്രനും എല്ലാം ഇപ്പം ഒരു ഫംഗ്ഷനും ഇല്ലാതിരിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അങ്ങനെ നമുക്ക് ധരിക്കാൻ പറ്റില്ല. ദൈവം തന്റെ പ്രവൃത്തികൾ ചെയ്യുന്നത് ആവശ്യകതകളുടെ നടുവിലാണ് അത് ഏതൊരു കർത്തവ്യവും ചെയ്യുന്നത്. പിന്നെ യേശുക്രിസ്തു 30 വയസ്സിന് ശേഷം കൃത്യമായിട്ട് ബാപ്റ്റിസം കഴിയുമ്പോൾ യേശുവിലേക്ക് പരിശുദ്ധാത്മാവ് വരുന്നു, പിതാവിന്റെ അശരീരിയായ ഒരു ശബ്ദം കേൾക്കുന്നു, പുത്രൻ ജഡം ധരിച്ച പുത്രൻ ജലാശയത്തിൽ നിൽക്കുന്നു. ട്രിനിറ്റിയുടെ ഏറ്റവും നല്ലൊരു തെളിവാണത്. 3 വേറിട്ട അസ്തിത്വങ്ങളെ തന്നെ കാണാൻ പറ്റും, 3 എൻറ്റിറ്റികളെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോ അവിടെ മുതൽ നമുക്ക് മനസ്സിലാകുന്നത് പുത്രൻ തന്റെ ഫംഗ്ഷനിലേക്ക് കടന്നു. ഞാൻ വരുമ്പോ ഇവിടെ ആരോ ഒരു സഹോദരൻ അത് സംസാരിച്ചുകൊണ്ടിരിക്കുക, വളരെ വളരെ വ്യക്തമായിട്ട് അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ ആ ഫംഗ്ഷൻ അവിടുന്ന് ആരംഭിക്കുകയാണ്, ദൗത്യങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പൊ ഒരു ദൗത്യം, യേശുവിന്റെ ദൗത്യം എന്താ? അത്ഭുതം ചെയ്യോ അടയാളം ചെയ്യോ ഒന്നും അല്ലെന്ന്, ഒന്നുമേ യേശുവിന്റെ ദൗത്യമല്ല. ക്രൂശിക്കപ്പെടുക എന്നുള്ളതാണ് യേശുവിന്റെ ദൗത്യം. ആ വരുന്ന വഴിത്താരയിലെ സ്വാഭാവിക 33 വയസ്സിന് മുമ്പ് എന്താ ക്രൂശിക്കപ്പെടാതെന്ന് ചോദിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ആ ദൈവത്തിന്റെ പദ്ധതിയിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ചെയ്താൽ മതി, അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ഏതെങ്കിലും ഘട്ടത്തിൽ ചെയ്താൽ മതി. കാരണം എന്താ? യേശുവിന്റെ അസ്തിത്വം അതിനു മുമ്പ്, ജനിക്കും മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു, വളരെ വ്യക്തത്തോടു കൂടി തന്നെ പറയുക. അപ്പൊ ഇവിടെ പ്രോബ്ലം എന്താ അറിയണ്ടേ? ഇവിടെ അല്പം പറഞ്ഞു, കർത്താവായ യേശുക്രിസ്തുവിന് ദൈവത്വത്തിന് ഇടവേള വന്നു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ദൈവശാസ്ത്ര ചിന്തയും നിലനിൽക്കില്ല, അത് പൊളിഞ്ഞു പോകും. കാരണം ദൈവത്തിന് ഇടവേള കിട്ടാൻ പിന്നെ ദൈവമല്ല. അതെന്താ അതിനെ അഡ്രസ് ചെയ്യാത്ത ആ ഒരു ആശയത്തെ? അതെങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് ആ ഒരു ചിന്ത? കാരണം സർവശക്തി, അപ്പൊ സർവശക്തി എന്ന് പറഞ്ഞാൽ അതിന് എവിടെയെങ്കിലും വെച്ചൊരു ഇടവേളയുണ്ടോ? ഇടവേള ഇട്ടാൽ സർവശക്തി ആകുമോ? സർവജ്ഞാനിത്വം ഒരിടവേള കിട്ടൂ, സർവജ്ഞാനിത്വം ആകുമോ? സർവ്വവ്യാപിത്വം അതാകുമോ? ഇവിടെ പിന്നെ എന്താണ് ഈ ജഡമെടുക്കുമ്പോൾ സംഭവിക്കുന്നത്? അതും എൻ്റെ സുഹൃത്ത് ഇപ്പൊ സംസാരിച്ചു കഴിഞ്ഞു. അതായത് വചനം ജഡമായി തീർന്നു. ഈ വചനം ജഡമായി എന്നത് സമ്പൂർണ്ണ അവസ്ഥയിലാണ്. ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ മണൽ എന്ന് പറയുകയാണ്, സിലിക്കൺ ഡൈ ഓക്സൈഡ് എന്ന് പറയും, മണലിന്റെ രാസനാമം അങ്ങനെയാണ്. അപ്പോൾ ഇതിനെടുത്ത് മാറ്റിയ അത് ഓക്സൈഡ് കിട്ടും, നമുക്ക് മറ്റേ സിലിക്കൺ കിട്ടും. ഇത് ഓൾറെഡി അതിലുണ്ട്. അല്ലെങ്കിൽ വെള്ളം H2O ആണ്, ഹൈഡ്രജനും ഓക്സിജന്റെ ആറ്റങ്ങളുണ്ട്. ഇവ എടുത്തു മാറ്റിയ വിഭജിച്ച് കഴിഞ്ഞ് ഇവ രണ്ടും അതിലുണ്ട്. ഇവ ഇല്ലാത്ത ഒരു സംയുക്തം, മൂലമല്ല സംയുക്തമാണ്. അവ ഇല്ലാത്തൊരു സംയുക്തം അല്ലത്. അതിന്റെ നാച്ചുറലായ ക്വാളിറ്റി അതിലെപ്പോഴും കിടക്കുമെങ്കിൽ വെള്ളമല്ലതായി വരും. ഹൈഡ്രജന്റെ ക്വാളിറ്റി അവിടെ കിടപ്പുണ്ട്, ഓക്സിജന്റെ ക്വാളിറ്റിയുടെ കിടപ്പുണ്ട്. ഞാൻ ശാസ്ത്രത്തിൽ വലിയ അറിവുള്ള ആളല്ലാത്തതുകൊണ്ട് അതിന്റെ എന്റെ ഭാഷയിൽ പറയാം, ഈ 2 ഗുണങ്ങൾ സുഷുപ്താവസ്ഥയിൽ അവിടെ ഉണ്ട്. അത് വർക്ക് ചെയ്യേണ്ട ഘട്ടത്തിൽ നമുക്കതിനെ വിഘടിപ്പിക്കാം.
വിഘടിപ്പിച്ചിട്ട് ഓക്സിജനെ മാറ്റിയെടുക്കാം, ഹൈഡ്രജനെ മാറ്റിയെടുക്കാം, വീണ്ടും അതിനെ സംയോജിപ്പിച്ച് ഇതുപോലെ ജലമാക്കിയെടുക്കാം. ഇതിനൊക്കെ എന്താ പാട് എന്ന് പറഞ്ഞ പോലെ ഞാൻ ചില അജീവിക ഘടകങ്ങളെയാണ് പറഞ്ഞെങ്കിൽ ക്രിസ്തുവിൽ ദൈവത്വമുണ്ട്. അനിവാര്യ ഘട്ടത്തിൽ ക്രിസ്തു ആ ദൈവത്വം പ്രകടമാക്കിയിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് അത് ആദ്യം മുതൽ ചെയ്തില്ല? ആദ്യം മുതൽ ചെയ്തില്ല എന്ന് ചോദ്യമില്ല. എല്ലാം ദൈവത്തിന്റെ സമയത്താണ്. ദൈവത്തിന് തന്റെ പ്രവൃത്തിക്ക് ഒരു സമയമുണ്ട്. ആ സമയത്ത് അവൻ ഇടപെട്ട് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കും. താങ്കൾ പറഞ്ഞതിലെ ഒരു പ്രശ്നം കൂടെ പൊതുവിന് വേണ്ടി ഞാനൊന്ന് ബോധ്യപ്പെടുത്തി നിർത്താം. അതായത് നമ്മള് പലവിധ വിഷയങ്ങളെ കുറിച്ച് ഗ്രഹിക്കാനായിട്ട് ശ്രമിക്കുന്നു, പലവിധ കാര്യങ്ങൾ. അപ്പോൾ ഈ ആളുകൾ പലപ്പോഴും ഒരു ഡോക്ടറെ എടുത്തിട്ട് ആക്രമിക്കാനുള്ള ഒരു ത്വര കാട്ടും പെട്ടെന്ന്. അങ്ങനെയാണ് ഈ ട്രിനിറ്റി നിഷേധികൾ ആദ്യം രക്ഷപ്പെടുന്നത്. അവർ കറക്റ്റ് ട്രിനിറ്റിയുടെ ഓപ്പോസിറ്റ് വീക്ഷണം എന്താന്ന് തെളിയിക്കാതെ അവര് ട്രിനിറ്റിയെ വിമർശിച്ചുകൊണ്ടിരിക്കും. അപ്പൊ കേൾക്കുന്ന ഒരാൾക്ക് അത് വളരെ സുഖമായിട്ട് തോന്നും. അക്ബർ സാഹിബും ഒക്കെ ബൈബിളിനെ കുറിച്ച് പറയുന്നത് ഇതുപോലെയാണ്. അങ്ങനെ കുറെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അവർക്കത് എതിർഭാഗത്ത് ഇയാൾക്ക് പറയാനുള്ളത് എന്താന്ന് പറയുന്നില്ല. ട്രിനിറ്റി തെറ്റാണ്, പകരം എന്താണ്, പകരം നിങ്ങളൊന്ന് കൊണ്ടുവരിക. ആ പകരം കൊണ്ടുവരുന്ന സംഗതി തെളിയിക്കാനല്ല നിൽക്കുന്നത്, മറിച്ച് ഇപ്പൊ താങ്കളും എന്താ ചെയ്യുന്നത്? ക്രൈസ്തവ സഭ എല്ലാം വർഷങ്ങളായിട്ട് ഇങ്ങനെ ചെയ്യുക. അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാനിതാ പുതിയ ഒരെണ്ണം കൊണ്ടുവന്നു. പുതിയത് സ്ഥാപിക്കാൻ വരുമ്പോൾ അതിലും പ്രശ്നങ്ങളാ. അതിൽ ഈ പറഞ്ഞ വലിയ വിഷയങ്ങൾ നീക്കിയാണ് താങ്കൾ പുതുതായിട്ട് കൊണ്ടുവരിക. ഞങ്ങളുടെയൊക്കെ വിശ്വാസത്തിൽ ലോജിക്കൽ അല്ലാത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അബദ്ധം പോലെ താങ്കൾക്ക് തോന്നുന്നെങ്കിൽ താങ്കൾ ബദൽ വെക്കുന്ന അതിലും വലിയൊരു അബദ്ധമാണ്. അല്ലെ ഇത് പഴുതടച്ചല്ല ചെയ്യുന്നത്. കുരുള്ള സാറിന്റെ പ്രശ്നം ഇത് തന്നെയാ. അദ്ദേഹം ട്രിനിറ്റി ആക്രമിക്കുന്നു, പകരം അദ്ദേഹം കൊണ്ടുവരുന്നത് വളരെ ലൂപ്പ് ഹോളുകളുള്ള കാര്യങ്ങൾ തന്നെയാ. അതിനകത്തേക്ക് അവര് എംഫസൈസ് ചെയ്യല, ആ കാര്യം മിണ്ടുകയല്ല. അങ്ങോട്ട് ചോദിക്കുമ്പോൾ ചിരിച്ചോണ്ട് അങ്ങ് പോത്തേ ഉള്ളൂ, മറുപടിയില്ല. ഞാൻ കണ്ട മിക്ക ആന്റി ട്രിനിറ്റേറിയൻസും ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ അതിനൊരു സിമ്പിൾ എക്സാമ്പിൾ. എന്റെ പക്കൽ ഒരിക്കൽ യഹോവ വിറ്റ്നസ്സുകാരൻ വന്നു. കുറേയേറെ പേരുണ്ട്. ആ വീഡിയോ ഞാൻ പിടിച്ചോടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അയാളുടെ അനുമതി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിടാത്തതാണ്. ആരെങ്കിലും എന്നെ പേഴ്സണലി ചോദിച്ചാൽ ഞാനത് കാണിച്ചു കൊടുക്കാറുണ്ട്. എന്താ സംഭവം എന്നറിയില്ലേ? പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. ഓ ശരി, അപ്പൊ യേശുവിന്റെ ബാക്കി ഞങ്ങളൊക്കെ ദൈവം എന്ന് കരുതുന്നത് തെറ്റ്. ശരി, ഞാൻ ആക്സെപ്റ്റ് ചെയ്തു. അടുത്ത് വെച്ചു യേശുക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്കുണ്ട്. ശരിയാണോ? അവർ പറഞ്ഞു അതെ ശരിയാ. അപ്പൊ നമുക്ക് പിതാവായ ഏക ദൈവമുണ്ട്, യേശുക്രിസ്തു എന്ന ഏക കർത്താവുണ്ട്. എല്ലാവരും ബാക്കി കേട്ടോണേ. യഹോവാസാക്ഷിക്കാരൻ വീഴുന്ന ഒരു രംഗം കേട്ടോണം. സമ്മതിച്ചല്ലോ? സമ്മതിച്ചു. അപ്പോൾ പിതാവായ ദൈവത്തെ നമുക്ക് കർത്താവെ എന്ന് വിളിക്കാമോ? പുള്ളി പറഞ്ഞു വിളിക്കാം. ഞാൻ പറഞ്ഞ അതെങ്ങനെ നോക്കുന്ന? ഏക കർത്താവല്ലോ ഉള്ളൂ. ഏക കർത്താവ് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു ഏക കർത്താവ്. പിന്നെ പിതാവിനെ ഏക കർത്താവെ എന്ന് വിളിക്കാമോ? ആകെ വിഷമിച്ചിട്ട് പുള്ളി പറഞ്ഞു ബൈബിളിൽ വിളിച്ചതുണ്ടല്ലോ. ഉണ്ട്, അതുകൊണ്ടാ ചോദിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഈ മുമ്പേ പറഞ്ഞ പോലെ അതിനെ എങ്ങനെ സാധൂകരിക്കും പറയാൻ പറഞ്ഞു. അല്ല നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ വൈരുദ്ധ്യമാണെന്ന് നിങ്ങൾ അദ്ദേഹം പറഞ്ഞല്ലോ പറഞ്ഞില്ല. വൈരുദ്ധ്യം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ തോന്നുന്നതാണ്. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. നിങ്ങൾ പറയൂ. ബൈബിളിൽ ഇഷ്ടം പോലെ പിതാവിനെ കർത്താവെ എന്ന് വിളിക്കുന്നു, ഇഷ്ടം പോലെ വിളിക്കുന്നു. പക്ഷെ ഇവിടെ പറയാ ഏക കർത്താവേ നമുക്കുള്ളൂ. ഏക കർത്താവ് യേശു ക്രിസ്തുവാണ്. ദൈവം, യഹോവയായ ദൈവം, ഏക പിതാവായ ദൈവം ഏകനായിരിക്കുന്നത് പോലെ ഏക ദൈവമേ നമുക്കുള്ളൂ, ഏക കർത്താവും നമുക്കുണ്ട്. അപ്പം ഏക ദൈവം എന്ന സുപ്രീമായ ഒരു ദൈവം. അപ്പൊ ആ ദൈവത്തിന്റെ പുത്രനായ ഏക കർത്താവ് സമ്മതിച്ചു. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു എനിക്കുണ്ടെങ്കിൽ കർത്താവായ യഹോവ അഡോണായ്, യാഹുവേ അഡോണായ് എന്ന പ്രയോഗം എങ്ങനെ ശരിയാവും പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു മറ്റേ വാക്യത്തിന്റെ അതേ ഗ്രാവിറ്റി ഈ വാക്യത്തിനും കൊടുക്കണം, ഇതിന്റെ സെയിം അർത്ഥം. അപ്പൊ ഒരു പതുക്കെ പറയാൻ തുടങ്ങി. കർത്താവ് എന്ന് പറഞ്ഞാൽ അതിന് ഹീബ്രു ഉണ്ട്, ഗ്രീക്ക് ഉണ്ട്. ഞാൻ പറഞ്ഞു ഇതുപോലെ ഞങ്ങൾ അപ്പുറത്തെ ദൈവം ഏകൻ എന്ന് പറഞ്ഞ ഉടനെ അതിന്റെ ബഹുത്വമുള്ള ഏകത്വം എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഇത് പറയുകയും വേണം, അപ്പുറത്തത് പറയാനും പറ്റില്ല. അപ്പൊ ഈ കൂടെ വന്നിരിക്കുന്ന ആളുകൾ പോലും രണ്ട് തട്ടിലായിട്ട് ആകെപ്പാടെ വിഷമിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇനിയും വന്ന് സംസാരിക്കാം, കുറെ കൂടെ ഇതിൽ വന്ന് മറുപടി പറയാൻ പറ്റിയ ആളുകൾ വരുമ്പോൾ ഞാൻ കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ് പോയതാണ്. ഇന്ന് ഞാൻ സംസാരിക്കുന്ന സമയം വരെ വന്നിട്ടില്ല. 3 വർഷം മുമ്പുള്ള സംഭവമാണ്. ഞാൻ തെറി പറഞ്ഞില്ല, ചീത്ത പറഞ്ഞില്ല, അവർക്ക് ചായ കൊടുത്തു, മര്യാദയ്ക്കിരുന്ന് സംസാരിച്ചു, അവർ പറയുന്നതെല്ലാം കേട്ടു. ഇതുപോലെയാണ് ഈ അവസ്ഥ. ചിലര് ഒരു ഭാഗത്തോട് ആക്രമിക്കാൻ വരുമ്പോൾ ഇങ്ങേ ഭാഗം അങ്ങ് പൊളിഞ്ഞു വീഴും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ എല്ലാവരും ഓർത്തോണം, ഈ ജഹോവ വിറ്റ്നസിനെ പോലുള്ള ആളുകൾ ആദ്യം ആക്രമണം തുടങ്ങിയിട്ട് ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തുടങ്ങുന്ന സാധനം അവിടെ വെച്ച് തന്നെ പൊളിഞ്ഞു പോകും. അതിന് തെളിവാണ് ഇപ്പൊ പറഞ്ഞത്. അത് നിങ്ങൾക്ക് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഒരു യഹോവാസാക്ഷിക്കാരന് 1 ഇഞ്ച് മുമ്പോട്ട് പോകാത്തൊരു വിഷയമാണ്. 1 ഇഞ്ച് ആ ചർച്ച 1 ഇഞ്ച് ഒരു ചുവട് മുമ്പോട്ട് പോകില്ല. ഓക്കെ, ഞാൻ തൽക്കാലം നിർത്തുന്നു.